I respectfully welcome our Principal Sir, Sri Suresh KM, to the webinar. I proudly welcome our leader, Dr. Girish Babu Sir, HOD, Department of Statistics. I like to welcome all HODs and staff members of all the departments to this grand occasion. Welcome you all. I extend my heartfelt welcome to all the students and other participants present here. Once again, welcome all of you to this webinar. Over to Girish Babu sir for delivering presidential address. Thank you, Ashini. നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ വേൾഡ് പോപ്പുലേഷൻ ഡേയുടെ ഭാഗമായിട്ട് നമ്മുടെ കോളേജ് കുട്ടികൾക്കായിട്ട് ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയിരുന്നു. അതില് വിവിധ കോളേജുകളിലെ കുട്ടികൾ അതിൽ പങ്കെടുത്തു. 45ഓളം കുട്ടികളാണ് പങ്കെടുത്തത്. പങ്കെടുത്ത എല്ലാവർക്കും കോളേജിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അപ്പൊ ഈ മത്സരത്തില് വിജയിച്ച കുട്ടികളുടെ ഡീറ്റെയിൽസ് ഞാനിവിടെ അനൗൺസ് ചെയ്യുകയാണ്. വേൾഡ് പോപ്പുലേഷൻ ഡേ ക്വിസില് 3rd പ്രൈസ് നേടിയിരിക്കുന്നത് ടിൽന ഷിബു ആണ്. ഫസ്റ്റ് BSc സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റുഡൻസ് ഓഫ് അവർ കോളേജ്. 2nd പ്രൈസ് നസ്വ, 2nd BSc മാത്തമാറ്റിക്സ് അൻസാർ വുമൻസ് കോളേജ് ബിലാവ്. ഫസ്റ്റ് പ്രൈസ് ഹസ്ന ഫാത്തിമ, ഫസ്റ്റ് MSc സ്റ്റാറ്റിസ്റ്റിക്സ് WMO കോളേജ് മുട്ടിൽ. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ വിന്നേഴ്സ്. അപ്പൊ നമുക്കറിയാം ഇന്ന് ലോകം മുഴുവൻ പോപ്പുലേഷൻ ഡേ ആയിട്ട് ആചരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൊടുവള്ളി ഗവൺമെന്റ് കോളേജിലെ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഇന്നത്തെ പ്രോഗ്രാമില് നമ്മളുടെ വിശിഷ്ടാതിഥി സെൻസസ് ഓപ്പറേഷൻസ് ഡിവിഷനിലെ ബാംഗ്ലൂർ ഡിവിഷനിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് ജോലി ചെയ്യുന്ന വിമേഷ് സാറാണ്. വിമേഷ് സാറ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് MSc സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞത്. അതിനുശേഷം 2009 സെൻസസ് ഓപ്പറേഷൻ ഡിവിഷനിൽ ജോയിൻ ചെയ്തു. 12 വർഷത്തോളം അവിടെ സർവീസായി. സെൻസസിലെ അവിടുത്തെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ സാറിന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമില് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പോപ്പുലേഷൻ സെൻസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം സ്റ്റാറ്റിസ്റ്റിക്സിന് നമുക്കറിയാം മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ സെൻസസ് ഓപ്പറേഷൻസ് ഡിവിഷൻ, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നതാണ്. അവരുടെ വർക്കുകളും അതോടൊപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന കുട്ടികൾക്ക് അവിടെ എത്തിപ്പെടാനുള്ള സാധ്യതകളുമാണ് സാറ് പ്രധാനമായിട്ട് ഇന്ന് ഇവിടെ പറയുക. സ്റ്റാഫ് സെലക്ഷൻ നടത്തുന്ന പരീക്ഷ എങ്ങനെ നമ്മളത് അറ്റൻഡ് ചെയ്യണം, എങ്ങനെയാണ് അവിടെ നമുക്ക് ഒരു ജോലി ലഭിക്കുക സ്റ്റാറ്റിസ്റ്റിക്സുകാർക്ക്, അതോടൊപ്പം അവിടുത്തെ ജോലിയുടെ നേച്ചർ, ഇതെല്ലാം സാറ് ഇന്നത്തെ ഈ ടോക്കിൽ വിശദമാക്കും. ഇപ്പൊ പോപ്പുലേഷൻ ഡേ എന്ന് പറയുന്നത് നമുക്കറിയാം പോപ്പുലേഷൻ സെൻസസ് അല്ലെ. നമ്മളെ പോപ്പുലേഷൻ സെൻസസ് എന്ന് പറയുന്നത് ചരിത്രപരമായിട്ട് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. മനുഷ്യന്റെ എണ്ണം എടുക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം ഓരോ രാജ്യത്തിന്റെയും ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആണ്. അപ്പൊ അത് എണ്ണിത്തിട്ടപ്പെടുത്താനുള്ള ആ ഒരു പ്രോസസ്സാണ് ശരിക്കും പോപ്പുലേഷൻ എന്യൂമറേഷൻ ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം 1881 മുതലാണ് കൃത്യമായിട്ട് ഓരോ 10 വർഷം കൂടുമ്പോഴും സെൻസസ് നടത്തുന്നത്. സെൻസസിന്റെ ഡ്യൂറേഷൻ 10 വർഷമാണ്. ഇപ്പോ നമ്മൾ പ്രീ ഇൻഡിപെൻഡൻസിന് ശേഷം ഇപ്പൊ 8ാമത്തെ സെൻസസ് ഇയർ കൂടിയാണ്. 2021 ഒരു പോപ്പുലേഷൻ സെൻസസ് ഇയർ ആണ്. പക്ഷെ കോവിഡ് മഹാമാരി ആ സെൻസസിന്റെ പ്രോസസ്സിനെ എല്ലാം ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സെൻസസിന്റെ പ്രോസസ്സ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈ വർഷം ഒരുപാട് പ്രത്യേകതകളുമുണ്ട്. നമ്മൾ മൊബൈൽ ആപ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് സാറ് കൂടുതൽ പറയും. അപ്പൊ നമ്മൾക്ക് ലഭ്യമായ ഡാറ്റകൾ എന്ന് പറയുന്നത് 2011 സെൻസസിലെ വിവരങ്ങളാണ്. അപ്പൊ ആ വിവരം വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ജനസംഖ്യ തന്നെ ഇപ്പൊ 2021 എത്തുമ്പോൾ ഏതാണ്ട് 1.39 ബില്യൺ ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. ജനസംഖ്യ ഇങ്ങനെ ഒരു വിസ്ഫോടനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും 1989 ആണ് ശരിക്കും ഫസ്റ്റ് പോപ്പുലേഷൻ സെൻസസ് ഡേ വരുന്നത്. അതിന്റെ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് അറിയാം.
നമ്മുടെ ലോക ജനസംഖ്യ എന്ന് പറയുന്നത് 500 കോടി എത്തുന്നത് ശരിക്കും ജൂലൈ 11, 1987 ആ ജൂലൈ 11 ശരിക്കും നമ്മൾ പോപ്പുലേഷൻ സെൻസസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അതിന്റെ പുറകിലും ഒരു മലയാളി ഉണ്ട്. അത് നിങ്ങൾക്കറിയാം, വേൾഡ് ബാങ്കിൽ ആ സമയത്ത് ഡെമോഗ്രാഫറായിട്ട് വർക്ക് ചെയ്ത മലയാളിയായ ഡോക്ടർ KC സക്രിയൊക്കെയാണ് ആ ഡേറ്റ് പോപ്പുലേഷൻ ഡേ ആയിട്ട് ആചരിക്കണമെന്ന് സജസ്റ്റ് ചെയ്തത്. അപ്പൊ പോപ്പുലേഷൻ ഡേയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ മനുഷ്യനെയുമാണ് ഇതിൽ എണ്ണി തിട്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിക്കുന്ന ഒരുപാട് വിവരങ്ങൾ, ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഓരോ സെൻസസ് കഴിയുമ്പോഴും പുറത്തേക്ക് വരുന്നത്. ആ വിവരങ്ങളെല്ലാം നമ്മളുടെ പ്ലാനിങ്ങിനും മറ്റു പദ്ധതികൾക്കും എല്ലാം വളരെ ആവശ്യമുള്ള വിവരങ്ങൾ തന്നെയാണ്. ഈ സെൻസസ് കഴിയുന്നതോടുകൂടി ധാരാളം ഹ്യൂമൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ധാരാളം സ്റ്റാറ്റിസ്റ്റിക്സുകൾ ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം സെക്സ് റേഷ്യോ, അല്ലെ, സെക്സ് റേഷ്യോ, ലിറ്ററസി റേറ്റ്, മൈഗ്രേഷൻ, അങ്ങനെ ഒരുപാട് വിവരങ്ങൾ. അറൌണ്ട് 2011 സെൻസസിൽ 29ഓളം ഇൻഫർമേഷൻസ് ആണ് ഷെഡ്യൂൾഡ് ഉണ്ടായിരുന്നത്. അത് 2 ഫേസ് ആയിട്ടായിരുന്നു. സാധാരണ സെൻസസ് 2 ഫേസ് ആണ്. അപ്പൊ സെക്കൻഡ് ഫേസ് ലാണ് നമ്മുടെ പോപ്പുലേഷൻ എന്യൂമറേഷൻ നടക്കുന്നത്. അപ്പൊ അത് ഡിക്ലെയർ ചെയ്യുന്നത് ശരിക്ക് ആ ഒരു സെൻസസ് ഇയറിലെ 00 hours ഓഫ് 1st March, അതായത് കഴിഞ്ഞ 2011 മാർച്ച് 00 hours, അല്ലെ, മാർച്ച് 1 00 hours പോപ്പുലേഷൻ ആണ് സെൻസസിൽ നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷെ പിന്നീട് ഹ്യൂമൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ റിഫ്ലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ബർത്ത്, ഡെത്ത്, മൈഗ്രേഷൻ, ഈ 3 ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ആ ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ പുതിയ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വിഭാഗം തന്നെ അവര് 2 രീതിയിലുള്ള അപ്രോച്ചുകൾ വരുന്നുണ്ട്. ഒന്ന് CRS എന്ന് പറയും, സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം, അതുപോലെ SRS, സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം. ഇതിൽ കൂടെ എല്ലാം ഈ ബർത്ത്, ഡെത്ത് ഒക്കെ എടുത്തിട്ടാണ് നമ്മളെ പോപ്പുലേഷന്റെ ഗ്രോത്ത്, അതിലെ ഈ വർധനവ് എങ്ങനെ വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് കണക്കുകൾ തയ്യാറാക്കുന്നത്. അപ്പൊ ഇത്തരം കണക്കുകൾ ശരിക്കും സ്റ്റേറ്റില് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് CRS, SRS സർവേസ് ചെയ്യുന്നത്. പാരലൽ ആയിട്ട് സെൻസസ് ഡിപ്പാർട്ട്മെന്റും SRS സർവേയിൽ ഇൻവോൾവ് ആണ്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം വിമേഷ് സാർ പറയും. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഹ്യൂമൻ പോപ്പുലേഷന്റെ കണക്കുകൾ എടുക്കുന്നു. ഈ കണക്കുകൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ റിസർവേഷൻ നമുക്കറിയാം, പോപ്പുലേഷനിൽ നമ്മളുടെ റെപ്രസെന്റേഷൻ ആണ് റിസർവേഷൻ. ഡിസബിലിറ്റി ആയിട്ടുള്ള ആൾക്കാർ എത്ര ശതമാനം വരുന്നു, അതാണ് അവരുടെ റിസർവേഷൻ. അതുപോലെ ഓരോ മൈനോറിറ്റിയിലും ഓരോ കാസ്റ്റിലും വരുന്നവരുടെ എണ്ണം ആണ് അവരുടെ റിസർവേഷൻ. അതുപോലെ നമ്മളുടെ രാജ്യത്തിന്റെ പുതിയ സംസ്ഥാനങ്ങൾ വരുന്നതും ജില്ലകൾ വരുന്നതും പഞ്ചായത്തുകൾ വരുന്നതും, അല്ലെ, MP, MLA, ഇങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ കോൺസ്റ്റിറ്റ്യുവൻസികൾ വരുന്നതും എല്ലാം പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ പോപ്പുലേഷൻ സെൻസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് ആണ്. കഴിഞ്ഞ സെൻസസിന് ഏതാണ്ട് 2200ഓളം കോടി രൂപയായിരുന്നു ഗവൺമെന്റിന് ചെലവായിരുന്നത്. അപ്പൊ ആ രീതിയിൽ വലിയ ഒരു പ്രോസസ്സാണ് പോപ്പുലേഷൻ സെൻസസ് എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ഇതിൽ ചർച്ചയ്ക്ക് വരുന്നത്. അപ്പോ ഈ ഒരു നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാമില് ഈ ഒരു വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി വിമേഷ് സാറിനെ ഞാൻ ആർദ്രപൂർവ്വം ക്ഷണിക്കുന്നു. അതിനുശേഷം നമുക്ക് സാറുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ടാവും. അപ്പൊ ഇന്ററാക്ഷനിൽ നിങ്ങൾക്ക് ഉള്ള സംശയങ്ങളൊക്കെ സാറിനോട് ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സെൻസസ് എന്ന് പറയുന്ന സംഭവം നമുക്ക് എല്ലാവർക്കും സെൻസസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പണ്ട് മുതലേ കേൾക്കാറുണ്ട്. സെൻസസിൽ നമ്മളെ വീടുകളിൽ ഇനോമറേറ്റേഴ്സ് വരികയും നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മൾ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് എന്താണ് ഇതിന്റെ സംഭവം, ഇത് എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇത് ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ബേസ് എന്താണ്, ഇത് എന്താണെന്നൊന്നും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. സെൻസസ് സെൻസസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഒരു ഡാറ്റ കളക്ഷൻ ആണ്, അല്ലെങ്കിൽ പോപ്പുലേഷന്റെ കൗണ്ട് ആണ്. ഇതൊക്കെ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ വന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അങ്ങനെയൊക്കെയാണ്. അപ്പം ഈ സെൻസസ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ട് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. ഇത് എന്താണ്, ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഓർഗനൈസേഷൻ. സെൻസസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട്. ഞാൻ തന്നെ ഇത് സെൻസസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ എന്ന് കേൾക്കുന്നത് ഞാൻ ആ സമയത്ത് ഓൾമോസ്റ്റ് ഒരു 2002 ആ സമയത്തൊക്കെയാണ് ഞാൻ ഈ സെൻസസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് തന്നെ എനിക്കറിയുന്നത്. അത് ചിലപ്പോൾ എന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. നിങ്ങൾക്കൊക്കെ ഇപ്പോഴത്തെ കൂടുതൽ അവസരങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടോ? പണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാനൊന്നുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ NSSO, ഈ സെൻസസ്, ഇതൊന്നും ഡിപ്പാർട്ട്മെന്റ് ആണെന്നൊന്നും നമുക്കറിയില്ല. സെൻസസ് നമ്മളെ വീട്ടിൽ വന്ന് എടുക്കുന്നത് ടീച്ചേഴ്സാണ്. അപ്പൊ ടീച്ചേഴ്സ് ആണെന്നുമ്പോൾ നമ്മളെ വിചാരം എന്താ,
അവരെ ടീച്ചേഴ്സിനെ സ്കൂളിൽ നിന്ന് കൺസേൺ സ്കൂളിൽ നിന്ന് വിടുകയും അവര് പോയി സെൻസസ് കളക്ട് ചെയ്യും, അങ്ങനെയാണ് നമ്മുടെ ഡാറ്റ ഇത് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മുടെ വിചാരം. കാരണം നമ്മളിത് വൈഡായിട്ട് നമ്മൾ ചിന്തിക്കാറില്ല പലപ്പോഴും. ഇതൊരു വലിയൊരു വൈഡ് കൺസെപ്റ്റാണ്. ഇന്ത്യയിൽ എന്ന് പറയുകയാണെങ്കിൽ സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിലവിൽ ഏറ്റവും വലിയ ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ ഓൾമോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലാണ് ഏറ്റവും വലിയ ഡാറ്റ കളക്ഷൻ സംഭവിക്കുന്നത്. പ്രൈമറി ഡാറ്റ കളക്ഷൻ സെൻസസ് എന്ന് പറഞ്ഞ സാധനമാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻ. അതായത് ഇപ്പം ഗിരീഷ് സാറ് പറഞ്ഞ പോലെ നേരത്തെ തന്നെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെ കൂടുതലാണ്. നമുക്ക് അറിയാത്ത പല ആൾക്കാർ ഇതിപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു കാര്യം പറയുന്നത്, പ്രൈമറി ഡാറ്റ കളക്ഷൻ ഇത്രയും വലിയൊരു സോഴ്സ് വേറെ ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. പ്രൈമറി ഡാറ്റ കളക്ഷൻ, അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എത്ര പോപ്പുലേഷൻ ഉണ്ട് എന്ന് നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേറൊരു മാർഗവും ഇല്ല. അതാണ് സത്യം. അപ്പൊ സെൻസസിൽ എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ബിഗ് എക്സസൈസ് ആണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ എന്തോ കഷ്ടകാലം കൊണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ സെൻസസ് ഇവിടെ സ്റ്റോപ്പായി പോകുന്നത്. തൽക്കാലത്തേക്ക് ഇത് ഡിഫർ ആയി പോയിരിക്കുക. അതായത് ഇപ്പൊ 2021 എല്ലാവർക്കും അറിയാം സെൻസസ് നടക്കുന്നത് 10 വർഷം കൂടുമ്പോഴാണ്, അല്ലെ? എല്ലാവർക്കും അറിയാം 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടക്കുക. അപ്പൊ കഴിഞ്ഞ സെൻസസ് 2011 അപ്പൊ ഇപ്രാവശ്യം നമുക്ക് വരുന്ന സമയം വരുന്നത് 2021. അപ്പൊ ഈ സെൻസസിൽ ഫസ്റ്റ് ടൈം കോവിഡിന്റെ ഇഷ്യൂ വരികയും സെൻസസ് തന്നെ മാറ്റി വെക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇത് ഇന്ത്യയിലത്തെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം സംഭവിക്കുന്നത്. അതായത് 1872 1872 സെൻസസ് സ്റ്റാർട്ട് ചെയ്യും. 1881 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബ്രേക്കും ഇല്ലാതെ, ഒരു സ്ഥലത്തും ഒരു ബ്രേക്കും ഇല്ലാതെ സെൻസസ് നടന്നുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു 2011 വരെ. അവിടെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ സെൻസസിനൊരു മുടക്കവും ഉണ്ടായിരുന്നില്ല. സോ ഫസ്റ്റ് ടൈം നമ്മുടെ സെൻസസ് ഇവിടെ ബ്രേക്കപ്പ് ആവുകയാണ് 2021 കോവിഡിന്റെ കാരണം. കാരണം ഇപ്പൊ നമുക്ക് അറിയാം കോവിഡ് കാരണം വീടുകളിൽ പോകാൻ പറ്റില്ല, ഡാറ്റ കളക്ഷൻ ഒന്നും പറ്റില്ല. സോ സെൻസസ് എന്ന് പറഞ്ഞ സംഭവം ഇപ്പൊ ഇവിടെ ബ്രേക്ക് ആയിരിക്കുകയാണ് തൽക്കാലത്തേക്ക്. ഇതിങ്ങനെ ഡെഫർ ചെയ്തിട്ട് മാറ്റി വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ 2021 ഇനിയിപ്പോ 2022 മാറ്റി എന്ന് പറയുന്നു. പക്ഷെ ഡേറ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് ഇപ്പം ഫസ്റ്റ് വന്നിരിക്കുക. അപ്പോഴ് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ കഴിഞ്ഞ സെൻസസ് നടത്തിയിരിക്കുന്നത് 2011 അപ്പം ഇപ്പം ഗിരീഷ് സാറ് ഇന്ന് ഇപ്പൊ ഇവിടെ നേരത്തെ പറയുണ്ടായി നമ്മുടെ പോപ്പുലേഷൻ 139 crore എത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ. അപ്പൊ ഇതൊക്കെ ഒരു പ്രൊജക്ഷൻ ഓഫ് പോപ്പുലേഷൻ ആണ്, അല്ലാതെ ഇത് സെൻസസിന്റെ ഡാറ്റ അല്ല. ഈ 139 പോപ്പുലേഷൻ എന്ന് പറയുന്നത് സെൻസസ് ഡിപ്പാർട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചൊരു ഡാറ്റയൊന്നും അല്ല. അതൊരു പ്രൊജക്ഷൻ ഓഫ് പോപ്പുലേഷന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഒരു ഡാറ്റ മാത്രമാണ് 139. നമ്മുടെ ഇപ്പോഴത്തെ ഇത് നോക്കുകയാണെങ്കിൽ ബേസ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 2011 സെൻസസിൽ 121 മില്യൺ പോപ്പുലേഷൻ ആണ് നമുക്ക് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ബേസ് ആണ് നമ്മൾ എപ്പോഴും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എടുക്കുന്നത് ഒരു ബേസ് ആണ്. ഇപ്പൊ നിങ്ങളൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന കുട്ടികൾക്ക് ഡാറ്റയെ കുറിച്ച് നന്നായിട്ട് അറിയാം. അതിന് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഡാറ്റയെ കുറിച്ച്. സോ പ്രൈമറി ഡാറ്റയുണ്ട്, സെക്കൻഡറി ഡാറ്റയുണ്ട്. പ്രൈമറി ഡാറ്റയിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് സെൻസസ് ഡാറ്റയാണ്. അപ്പൊ സെൻസസ് ഡാറ്റ വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഗിരീഷ് സാർ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഒരു എക്സാമ്പിളായി ഞാൻ പറയാം. ഇപ്പൊ ഒരു പുതുതായിട്ട് ഇപ്പൊ കേരളത്തിൽ തന്നെ പുതുതായിട്ട് ഒരു ഡിസ്ട്രിക്ട് രൂപീകരിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ ഫസ്റ്റ് നോക്കുന്നത് അതിന്റെ പോപ്പുലേഷൻ വെച്ചിട്ടാണ്. അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രമേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പെട്ടെന്ന് തന്നെ നാളെ പോയി ഒരു ഡിസ്ട്രിക്ട് ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഡിസ്ട്രിക്ട് ബൈഫ്രഗേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ബൈഫ്രഗേഷനും ഏതിനെ ബേസ് ചെയ്തിട്ടാണ് പോപ്പുലേഷൻ ഡാറ്റയെ ബേസ് ചെയ്തിട്ടാണ് അതും കൂടി ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ സെൻസസ് ഡാറ്റ വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവരുടെ MLA സീറ്റും നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇത്ര പേര് അതിലുണ്ട്, ഇത്ര ആളുകളുടെ വെച്ചിട്ടാണ് ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഏതിന് ബേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻസസ് ഡാറ്റ. ഇതൊന്നും പല ആൾക്കാർക്കും അറിയില്ല ഇത് എവിടുന്നാ വരുന്നത്. പെട്ടെന്നൊരു നിമിഷം കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ അത് നമ്മുടെ ഡാറ്റയെ ബേസ് ചെയ്തിട്ടാണ് ഇവർ ഇത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന സെൻസസിലെ ഡാറ്റ എടുക്കുന്നത് എന്ന് പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇപ്പം പറയുകയാണെങ്കിൽ എന്താണ് പറയാ കുറെ ആളുകൾ ഇപ്പം ഫോർ എക്സാമ്പിൾ NSSUവിൽ തന്നെ പറയുകയാണെങ്കിൽ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനിൽ തന്നെ അവർക്ക്
എല്ലാ ഡാറ്റയും കിട്ടില്ല. കാരണം അവര് ഇപ്പം എന്തെങ്കിലും അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സമീപിക്കുന്നത് നമ്മുടെ സെൻസസ് ഡാറ്റയാണ്. ഇപ്പൊ ഇനോമറേഷൻ ബ്ലോക്ക് EB എന്ന് പറയും, നമ്മുടെ ഏറ്റവും താഴെ കിടക്കുന്ന പോപ്പുലേഷൻ ലെവല്, നമ്മൾ പോപ്പുലേഷൻ എടുക്കുന്നതിന് ഇനോമറേഷൻ ബ്ലോക്ക് എന്ന് പറയും. അതായത് പോപ്പുലേഷൻ എടുക്കുന്നതുകൊണ്ട് അതിനെ പോപ്പുലേഷൻ ഇനോമറേഷൻ ബ്ലോക്ക് എന്ന് പറയും. അപ്പം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ട് രീതിയിലാണ് നമ്മുടെ രാജ്യത്ത് പോപ്പുലേഷൻ കവർ ചെയ്യുന്നത്. ഒന്ന് റൂറലും ഒന്ന് അർബനും. എല്ലാവർക്കും അറിയുന്ന കേസാണ്. റൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വില്ലേജുകൾ വരുന്ന കേസാണ്. അർബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർഡ്സുകൾ, അതായത് നമ്മുടെ വലിയ വലിയ ടൗണുകളൊക്കെ വരുന്ന കേസാണ് അർബൻ. ഈ റൂറൽ അർബൻ ക്ലാസിഫിക്കേഷൻ ആണ് ഇന്ന് ഇന്ത്യയിൽ നമ്മൾ പോപ്പുലേഷൻ പറയുന്നത് തന്നെ അങ്ങനെ തന്നെയാണ്, റൂറലും അർബനും. ടോട്ടൽ പോപ്പുലേഷൻ വരുമ്പോൾ ഈ റൂറലിലുള്ള പോപ്പുലേഷൻ അർബനിലുള്ള പോപ്പുലേഷൻ. അപ്പം ഈ റൂറലിൽ വരുന്ന സമയത്ത് നമ്മുടെ ബേസ് ആയിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് വില്ലേജ് വൈസ് ഡാറ്റയാണ്. വില്ലേജ് വൈസ് ഡാറ്റ, ഈ വില്ലേജുകൾ കൂടിയിട്ടാണ് റൂറൽ ഉണ്ടാകുന്നത്. എല്ലാവർക്കും അറിയാം, അതിന് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഗ്രാമപഞ്ചായത്ത് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഗ്രാമപഞ്ചായത്ത് ഉണ്ട്. പല വില്ലേജുകളിലും കൂടിയിട്ടാണ് ഈ ഗ്രാമപഞ്ചായത്ത് വന്നത്. അപ്പൊ ഈ വില്ലേജുകളുടെ ഡാറ്റ എടുക്കുന്നത് എങ്ങനെയാണ്? ഈ വില്ലേജുകളിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് പോയി ഒരു വില്ലേജിലെ മൊത്തം ഡാറ്റയും എടുക്കാൻ പറ്റില്ല. കാരണം അതിനുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ ഇനൂമറേറ്റേഴ്സിന്റെ കാര്യം വേണം, സൂപ്പർവൈസേഴ്സ് വേണം. ഈ ഇനൂമറേറ്റേഴ്സ് ഡയറക്റ്റ് പോയി ഒരു വില്ലേജ് കംപ്ലീറ്റ് പോപ്പുലേഷൻ നമുക്ക് കളക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ വില്ലേജിനെ തന്നെ വീണ്ടും ബ്ലോക്സുകളാക്കി മാറ്റി ഇനൂമറേഷൻ ബ്ലോക്ക്, അതായത് 1000 പോപ്പുലേഷൻ അല്ലെങ്കിൽ 150 ഹൗസ് ഹോൾഡ്സ്, ഇങ്ങനെ പറയാം. ഹൗസ് ഹോൾഡ് എന്ന് പറയും, ഹൗസസ് അല്ല, ഹൗസ് ഹോൾഡ്സ്. അതായത് ഹൗസ് ഹോൾഡ് എന്ന് വെച്ചാൽ അറിയാം എല്ലാവർക്കും, ഫാമിലീസ് ഉള്ള വീടുകൾ, 150 വീടുകൾ അഥവാ 1000 പോപ്പുലേഷൻ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നത്, ഈ ഇനൂമറേഷൻ ബ്ലോക്ക്. നമ്മൾ രണ്ട് രീതി സാറ് പറഞ്ഞിരുന്നു. ഫസ്റ്റ് നമ്മളെ പോപ്പുലേഷൻ സെൻസസിൽ പറയുന്ന കേസ്, സെൻസസിൽ കേസ് പറയുമ്പോൾ ഒന്ന് സ്റ്റാർട്ടിങ് ഒരു രണ്ട് കേസ് ഉണ്ട്. ഒന്ന് ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൗസിംഗ് സെൻസസ്, അതുപോലെ പോപ്പുലേഷൻ ഇനൂമറേഷൻ. ഈ രണ്ട് കേസാണുള്ളത്. ഒന്ന് ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൗസിംഗ് സെൻസസ്. അതായത് നമ്മള് ഒരു തെറ്റിദ്ധാരണയുണ്ട് എല്ലാവരുടെയും. സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിയർ പോപ്പുലേഷൻ കൗണ്ട് മാത്രമല്ല, അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ സാധനങ്ങളുടെയും, ഇവിടെ ഇന്ന് നിലവിലുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതിന്റെ എല്ലാം കൗണ്ടാണ് ഇതിൽ സെൻസസിൽ നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ നമ്മള് വീട്ടിൽ വന്ന് പോപ്പുലേഷൻ കൗണ്ട് മാത്രമാണെങ്കിൽ അതെടുത്ത് പോയാൽ പോലും. ഇപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ സെൻസസിലെ ആൾക്കാർ വരുമ്പം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയായിരിക്കും? മൊബൈൽ ഉണ്ടോ, ലാപ്ടോപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ വീടിന്റെ മേൽക്കൂര എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ലാട്രിൻ ഉപയോഗിക്കുന്നുണ്ടോ, ഇത് പിന്നെ നിങ്ങൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ പുതിയ ക്വസ്റ്റ്യൻസ് ആണ്, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടോ, അതുണ്ട്, ഇതുണ്ട്. ഇങ്ങനത്തെ ഈ നേരത്തെ പറഞ്ഞ പോലെ 27-28 ക്വസ്റ്റ്യൻസ് നമ്മൾ അതിനെ കവർ ചെയ്യുന്നുണ്ട് ഒരു ഇതിൽ. അതായത് എല്ലാ കേസും എന്തൊക്കെയാണ്, നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, അമ്യൂണിറ്റീസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ അസറ്റ്സ് എന്തൊക്കെയാണ്, ഇത്തരം ക്വസ്റ്റ്യൻസുകൾ കൂടി നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഹ്യൂജ് ഡാറ്റ ആയിട്ടാണ് നമുക്ക് ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഓരോ ബ്ലോക്കിലെയും പോപ്പുലേഷൻ നമ്മൾ എന്ത് ചെയ്യും, അവസാനം ഫൈനലായിട്ട് അത് ഈ ബ്ലോക്കുകളെല്ലാം നമ്മൾ കോർഡിനേറ്റ് ചെയ്യിപ്പിച്ചിട്ട് കമ്പയർ ചെയ്യിപ്പിച്ചിട്ട് അവസാനം ഒരു വില്ലേജിന്റെ പോപ്പുലേഷൻ ആവും. ഈ വില്ലേജിന്റെ പോപ്പുലേഷൻ നമ്മൾ പബ്ലിഷ് ചെയ്യുകയും നമ്മൾ അങ്ങനെയാണ് ഡാറ്റ പബ്ലിഷ് ചെയ്യാറ് സാധാരണ. ഇപ്പം നമ്മുടെ കേരളത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ കേരളത്തിനെ ഓരോ ഡിസ്ട്രിക്റ്റ് ആയിട്ട് കാണുകയും ആ ഡിസ്ട്രിക്റ്റിന്റെ പോപ്പുലേഷൻ വരുന്നത് ഇത്തരം ബ്ലോക്കുകൾ ചേർന്നിട്ടുള്ള വില്ലേജുകൾ വരികയും ഈ വില്ലേജുകളൊക്കെ ചേർന്ന് ഗ്രാമപഞ്ചായത്തിന്റെ പോപ്പുലേഷൻ എടുക്കുകയും ഗ്രാമപഞ്ചായത്തുകളൊക്കെ ചേർന്ന് അവസാനം ഒരു താലൂക്ക് വരികയും, താലൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും അറിയാം താലൂക്ക് ആ താലൂക്കിലുള്ള പോപ്പുലേഷൻ എത്രയാണ് അത് നമുക്ക് നമ്മുടെ സെൻസസ് കിട്ടും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം കാസർഗോഡ് എടുക്കുകയാണെങ്കിൽ കാസർഗോഡ് താലൂക്കിൽ എത്ര പോപ്പുലേഷൻ ഉണ്ട്, ആ പോപ്പുലേഷൻ കിട്ടുന്നത് നമ്മളെ സെൻസസ് ഡാറ്റയിലുണ്ട്. ആ താലൂക്കിൽ എത്ര പോപ്പുലേഷൻ, ഇപ്പൊ കാസർഗോഡ് താലൂക്ക് എത്ര പോപ്പുലേഷൻ ഉണ്ടെന്നുള്ളത് 2015 പോപ്പുലേഷൻ നമുക്ക് അറിയാൻ പറ്റും. സോ ഇതെല്ലാം എങ്ങനെ കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഈ ഇനോഗ്രേഷൻ ബ്ലോക്കുകളെല്ലാം കൗണ്ട് ചെയ്തിട്ട് അവസാനം കിട്ടുന്ന ഒരു പോപ്പുലേഷൻ. സോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ പോപ്പുലേഷൻ നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് PPT സ്ലൈഡ്സുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന്റെ സെൻസസിന്റെ ഒരു ഇതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. സെൻസസിന്റെ സമയത്ത് നമ്മുടെ പോസ്റ്റ് തന്നെ അത് ചേഞ്ച് ആവും. അത് നമ്മുടെ പോസ്റ്റ് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസറായിട്ട് മാറും പിന്നെ സെൻസസ് ടൈമിന്റെ സമയത്ത്. കാരണം നമ്മളെ ഓരോ ഡിസ്ട്രിക്റ്റിലേക്ക് പോസ്റ്റ് ചെയ്യുക. ഇപ്പൊ ഓരോരാളെ സെലക്ട് ചെയ്തിട്ട് എനിക്കിപ്പം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് കർണാടകയിലാണ്. ഞാൻ കേരളത്തിൽ പോസ്റ്റുകൾ കുറവായതുകൊണ്ട് കർണാടകയിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ കർണാടകയിൽ ഉള്ള ഡിസ്ട്രിക്റ്റുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസറായിട്ട് നമ്മളെയാണ് അവരെ നിയമിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷനിൽ
ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. രജിസ്ട്രാർ അതിന്റെ ഒരു ഇത് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുണ്ട്. ഞാൻ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എങ്ങനെയാണ് വരുന്നത്. സോ ഈ എന്താണ് അതിന്റെ ഇതൊന്നും കൂടി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇതിനെ ഇത് ചെയ്യുന്നത്. ഫസ്റ്റ് നിങ്ങൾ ഇതൊന്ന് കാണും എന്താണ് അതിന്റെ ഇതെന്നുള്ളത്. ഇൻട്രൊഡക്ഷനും യൂട്ടിലിറ്റി ആൻഡ് പ്രാക്ടീസ്, ടൈം ലൈൻ ഫോർ സെൻസസ്, ഒബ്ജക്റ്റീവ് ഓഫ് സെൻസസ്. ഇത് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് മുന്നോട്ട് പോയി ഇതൊന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സെൻസസ് 2021 എന്ന് പറയുന്നത് 16ാമത്തെ സീരീസ് ആണ്. ആ സീരീസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ? അപ്പൊ സീരീസിൽ 16ാമത്തെ സീരീസ് ആണ്. പക്ഷെ 8th സിൻസ് ഇൻഡിപെൻഡൻസിന് ശേഷം 8ാമതാണ്. ഇതൊന്ന് ജസ്റ്റ് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതാണ് സെൻസസിന്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഇത് 1872 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 10 കൊല്ലം കൂടുമ്പോഴാണ് നമ്മൾ സെൻസസ് നടത്താറ്. സോ ഇതിൽ പറയുന്ന കാര്യം തന്നെ നേരത്തെ ഗിരീഷ് സാറൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രൈമറി ഡാറ്റ അറ്റ് വില്ലേജ്, ടൗൺ ആൻഡ് വാർഡ് ലെവൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഓൺലി സോഴ്സ് ഓഫ് പ്രൈമറി ഡാറ്റ. വേറെ എവിടുന്ന് നമുക്ക് ഇതിന്റെ ഡാറ്റ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. സോ ഇതൊരു ഓൺലി സോഴ്സ് ആണ്, പ്രൈമറി ഡാറ്റ അറ്റ് വില്ലേജിലും ടൗണിലും വാർഡ് ലെവലും. അപ്പൊ ഇതില് ഇതൊരു ബിഗസ്റ്റ് സോഴ്സ് ഓഫ് കോംപ്രഹെൻസീവ് ഡാറ്റയാണ്. അതിൽ എന്തൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഹൗസിംഗ് കണ്ടീഷൻസ് ഉണ്ടാവും, അമ്യൂണിറ്റീസ് ഉണ്ടാവും, അസറ്റ്സ്, ഡെമോഗ്രഫി, ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ്. ഇപ്പം SC/ST ഒക്കെ കേസുകൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്സ് നമുക്ക് ഒരു പർട്ടിക്കുലർ ഏരിയയിലെ ഷെഡ്യൂൾ കാസ്റ്റ് എത്ര ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മുടെ സെൻസസ് ഡാറ്റ വെച്ചിട്ട് അതിന് അറിയാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ അർബനൈസേഷൻ എങ്ങനെയാണ്, ലിറ്ററസി എങ്ങനെയാണ്, നമ്മൾ ലിറ്ററസിയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നത്, എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, ഓരോരുടെ എഡ്യൂക്കേഷൻ ലെവൽ എന്താണ്, ഇതൊക്കെ അതിലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അതുപോലെ മദർ ടങ് എന്താണ്, ലാംഗ്വേജ് ഏതാണ്, റിലീജിയൻ ഏതാണ്, എക്കണോമിക് ആക്ടിവിറ്റി, മൈഗ്രേഷൻ, ഫെർട്ടിലിറ്റി പെർട്ടിക്കുലേഴ്സ്. ഇപ്പൊ ലേഡീസിന്റെ കേസ് ഫെർട്ടിലിറ്റി പെർട്ടിക്കുലേഴ്സ് എന്താണ്, എത്ര കുട്ടികളുണ്ട്, എങ്ങനെയാണ്, ഏത് ഇതിലാണ് വിവാഹം കഴിച്ചത്, ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ്. ഇതിപ്പോ നമ്മൾ വരുന്ന ക്വസ്റ്റ്യൻസ്, അതായത് 28 ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഷെഡ്യൂൾസിലാണ് നമ്മൾ പണ്ട് നമ്മൾ ചെയ്തത്. പണ്ടെന്ന് വെച്ചാൽ 2011 വരെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഷെഡ്യൂളിലാണ്. നമ്മൾ എല്ലാവർക്കും അറിയാം ഷെഡ്യൂൾ, എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ ഷെഡ്യൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാവും സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ. ഷെഡ്യൂൾസിലാണ് നമ്മൾ ഇത് കളക്ട് ചെയ്യുന്ന ഡാറ്റ. അപ്പോൾ അതില് ക്വസ്റ്റ്യൻസ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇനോമറേറ്റർ നമ്മൾ ഡയറക്റ്റ് വീടുകളിൽ പോവുകയും ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുകയും അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓരോരോ ക്വസ്റ്റ്യന്റെ ആൻസർ അനുസരിച്ച് നമ്മൾ അതിനെ ഫില്ല് ചെയ്യുകയും ഇത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഒരു ബേസിക് ലെവൽ ഞാനത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇതൊന്നും നിങ്ങൾക്ക് വേണ്ട അത്യാവശ്യമുള്ള കാര്യമല്ല. അപ്പൊ നമ്മൾ സെൻസസിൽ കവർ ചെയ്യുന്ന ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സെൻസസിൽ 2021 അതിന്റെ വാസ്റ്റ്നെസ്സും ഡൈവേഴ്സിറ്റിയും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എത്ര സ്റ്റേറ്റ്, 36 സ്റ്റേറ്റ്സ് ബാർ യൂട്ടീസ്, യൂണിയൻ ടെറിട്ടറി സ്റ്റേറ്റ്സ് 36 സ്റ്റേറ്റ്സ് ഉണ്ട്, യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്, എല്ലാം ചേർത്തിട്ട്. ഡിസ്ട്രിക്ട് 734 ഡിസ്ട്രിക്ട്സ് ഉണ്ട്. സെൻസസ് ചാർജസ് 17,500. ചാർജസ് എന്ന് പറയുന്നത് ഇപ്പം പറയുകയാണെങ്കിൽ സെൻസസ് ചാർജസ് എന്ന് പറയുകയാണെങ്കിൽ ഞാനിപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണ് താലൂക്ക് എന്ന് പറഞ്ഞൊരു ചാർജ്. അതുപോലെ ടൗണിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ കേസൊക്കെ TMCയും CMC എന്നൊക്കെ പറഞ്ഞു വരും. അവിടെ ഇപ്പം മുനിസിപ്പൽ കോർപ്പറേഷൻ, കേരളത്തിൽ ഇപ്പം പറയുകയാണെങ്കിൽ കോർപ്പറേഷൻ പറയും. അതുപോലെ തന്നെ എന്താ പറയാ ടൗൺ. അപ്പൊ അങ്ങനത്തെ കേസ് ഇപ്പൊ നമ്മളിവിടെ പറയുകയാണെങ്കിൽ കർണാടകയിൽ പറയുകയാണെങ്കിൽ TMCയും CMC എന്നൊക്കെ പറയുന്നത് സിറ്റി മുനിസിപ്പൽ കൗൺസിൽ, ടൗൺ മുനിസിപ്പൽ കൗൺസിൽ. ഇതൊക്കെ ഒരു ചാർജ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എത്ര ചാർജസ് ഉണ്ട്? സെൻസസ് 17,500 ചാർജ് ഉണ്ട് ടോട്ടൽ ഇന്ത്യയിൽ. വില്ലേജസ് 6.4 lakhs വില്ലേജസ് ഉണ്ട്, ടൗൺസ് 9838. അപ്പൊ ഇനൂമറേഷൻ ബ്ലോക്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇനൂമറേഷൻ ബ്ലോക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്മോളസ്റ്റ് ലെവൽ ആണ്. പോപ്പുലേഷനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് ലെവൽ. അതായത് ഒരു ഇനൂമറേറ്ററിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇനൂമറേറ്ററിനെ അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ബ്ലോക്ക്, ആ ബ്ലോക്കിനാണ് ഇനൂമറേഷൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. സോ 25 ലക്ഷം ഇനൂമറേഷൻ ബ്ലോക്സുകൾ ഇന്ത്യയിലുണ്ട്. അതുപോലെ എത്ര ഇനൂമറേറ്റേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് വേണമെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു സ്റ്റാർ ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇതിനനുസരിച്ച് മാറാം. ചില സമയത്ത് ബ്ലോക്കുകളുടെ കൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനുള്ളതുകൊണ്ട് സ്റ്റാർ ഇട്ടിട്ട് വെച്ചിരിക്കുന്നത്. കാരണം സ്റ്റാർ നമുക്ക് ചിലപ്പോൾ അധികമാവാം, കുറവാകും, അങ്ങനത്തെ കേസ് ഉണ്ട്. അതുകൊണ്ടാണ് സ്റ്റാർ വന്നിരിക്കുന്നത്. സോ ഇനൂമറേറ്റർ സൂപ്പർവൈസർ 30 lakhs ഇനൂമറേറ്റർ ആൻഡ് സൂപ്പർവൈസേഴ്സ് നമുക്ക് വേണം. ഇപ്പം ഈ നിലവിൽ 2021 സെൻസസ് നടത്തണമെങ്കിൽ ഇത്രയും 30 lakhs നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്കിത് ഭയങ്കര ഓവറായിട്ടുള്ള ഒരു ഇതാണെന്ന് ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം 30 lakhs ഇത്രയും പേരെ കോർഡിനേറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. ഇനോമറേറ്റർ 30 ലക്ഷം ഇനോമറേറ്റർ സൂപ്പർവൈസറിനെയും നമ്മൾ കോർഡിനേറ്റ് ചെയ്യണം. അത് കോർഡിനേറ്റ് ചെയ്താൽ മാത്രം പോരാ, ഇവർക്ക് ഒക്കെ റിനോമറേഷൻ എന്ന നിലയിൽ പൈസയും കൊടുക്കണം. ഇത്ര ഇനോമറേറ്റേഴ്സ് ഇത്ര രൂപ, സൂപ്പർവൈസർ ഇത്ര രൂപ എന്ന് പറഞ്ഞാൽ അതിന് പൈസയും കൊടുക്കണം. അപ്പൊ അതൊരു ബിഗ് എക്സസൈസ് ആണ്. ഇത് എത്ര പൈസ ചെലവും കൂടിയുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പം
പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ക്വസ്റ്റ്യനയർസ് 16 ലാംഗ്വേജിലാണ് ഇത് ഷെഡ്യൂൾസ് നമ്മൾ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പൊ കേരളത്തിൽ തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ ചില കേസസിലൊക്കെ നമുക്ക് ബോർഡർ എടുക്കും. നമുക്ക് ഇപ്പൊ കാസർഗോഡ് എടുക്കുകയാണെങ്കിൽ കാസർഗോഡ് തന്നെ കർണാടകയും സംസാരിക്കുന്നുണ്ട്, മലയാളം സംസാരിക്കുന്നുണ്ട്. സോ അവിടെ നമുക്ക് ചില ആളുകൾ കന്നഡ മാത്രമേ അധികം സംസാരിക്കുള്ളൂ. സോ കന്നഡ ഫോംസും കൂടി അവിടെ വേണ്ടി വരും. അപ്പം ക്വസ്റ്റ്യനേഴ്സിന് 16 ലാംഗ്വേജിൽ നമ്മൾ അടിച്ചിരിക്കും. ടോട്ടൽ 16 ലാംഗ്വേജിലാണ് ക്വസ്റ്റ്യനേഴ്സ് അടിച്ചിരിക്കുന്നത്. പിന്നെ ഇൻസ്ട്രക്ഷൻ മാനുവൽ എന്ന് പറഞ്ഞ സാധനം അത് ഇനോമിനേറ്ററും സൂപ്പർവൈസറും ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ മാനുവൽസ് അത് വെച്ചിട്ടാണ് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇൻസ്ട്രക്ഷൻ മാനുവൽസ് 18 ലാംഗ്വേജിൽ അടിച്ചിരിക്കുന്നത്. കാരണം ഓരോ സ്ഥലത്തും ഓരോ സ്റ്റേറ്റിലും ഓരോ ലാംഗ്വേജുകളാണ്. അപ്പൊ അതിനനുസരിച്ച് ലാംഗ്വേജുകൾ 18 ലാംഗ്വേജിൽ ഇൻസ്ട്രക്ഷൻ മാനുവലും പ്രിന്റ് ചെയ്യുന്നു. സോ ഇത് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പാണ് ഞാൻ ഇതൊന്ന് കാണിക്കുന്നത്. സോ ഇതിൽ ഫസ്റ്റ് പറയുകയാണെങ്കിൽ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഇന്ത്യ, അതാണ് നാഷണൽ ലെവലിൽ വരുന്ന മെയിൻ സാധനം, രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഇന്ത്യ. സോ ഇപ്പം നിലവില് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ എന്ന് പറഞ്ഞ ആള് ഈസ് എ സീനിയർ മോസ്റ്റ് IAS ഓഫീസറാണ്. രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ അങ്ങേരാണ് ഇതിന്റെ മെയിൻ ഇരിക്കുന്ന ആളാണ് നാഷണൽ ലെവൽ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ എന്ന് പറയുന്നത്. വിവേക് ജോഷിയാണ് ഇപ്പോഴത്തെ സെൻസസ് കമ്മീഷണർ. അയാളെ രജിസ്റ്റർ ജനറൽ എന്നും പറയും, രജിസ്റ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നും പറയും, സെൻസസ് കമ്മീഷൻ എന്നും പറയും. കാരണം സെൻസസ് ഇത് ചെയ്യുന്ന ആളെയാണ് സെൻസസ് കമ്മീഷൻ എന്ന് പറയുന്നത് ആ സമയത്ത്. അതൊരു കേസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ നിങ്ങൾ നോക്കി ഏറോ മാർക്കറ്റ് താഴെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്ടർ ഓഫ് സെൻസസ് ഓപ്പറേഷൻസ്, അതായത് നമ്മുടെ സ്റ്റേറ്റിലേക്ക് വരുമ്പോഴെന്താ ഈ ഡയറക്ടർ ഓഫ് സെൻസസ് ഓപ്പറേഷൻ. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻ ആണ്, കർണാടകയിലാണ്. അപ്പൊ സ്റ്റേറ്റ് ലെവലിൽ പറയുമ്പോൾ കേരളയിൽ ഉണ്ട്, അതുപോലെ തന്നെ കർണാടകയിൽ, തമിഴ്നാടിൽ, എല്ലാ സ്റ്റേറ്റിലും ഈ ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻ ഉണ്ട്. യൂണിയൻ ടെറിട്ടറീസിൽ ഇല്ല. അത് പകരം അതിന്റെ അടുത്ത സ്റ്റേറ്റ് ഏതാണോ യൂണിയൻ ടെറിട്ടറിനെ ഇത് ചെയ്യുന്നത് അതിന് ആ സ്റ്റേറ്റ് ആണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. അവിടുത്തെ സെൻസസ് കൂടി കണ്ടക്ട് ചെയ്യുന്ന അവരാണ്. സോ ഡയറക്ടർ ഓഫ് സെൻസസ് ഓപ്പറേഷൻസ്. അപ്പൊ രജിസ്ട്രേഷനിൽ താഴെ തൊട്ട് ഡയറക്ടർ ഓഫ് സെൻസസ് ഓപ്പറേഷൻ ഉണ്ട്. ഈ ഡയറക്ടർ ഓഫ് സെൻസസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടുത്തെ മെയിൻ കാര്യങ്ങൾ നോക്കുന്നത് ഡയറക്ടറാണ്. ഈസ് ഓൾസോ IAS ഓഫീസർ. ഈ IAS ഓഫീസർ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് എ സീനിയർ മോസ്റ്റ് IAS ഓഫീസർ ആയിരിക്കും ഇവിടുത്തെ സ്റ്റേറ്റിലെ. ഇപ്പൊ കളക്ടറെ നമ്മൾ പറയും, കളക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കളക്ടേഴ്സിനൊക്കെ ഇപ്പൊ കേരളത്തിലെ കളക്ടേഴ്സ് ഉണ്ട്, 14 ഡിസ്ട്രിക്റ്റിലെയും കളക്ടേഴ്സ് ഉണ്ട്. ഈ കളക്ടറിനെ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹമായിരിക്കും സീനിയർ. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്യണം. സോ അത് ഇദ്ദേഹമായിരിക്കും അതിന്റെ സീനിയർ എന്ന് പറയുന്നത്. ചില കേസിലൊക്കെ മാറ്റങ്ങൾ വരാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, പക്ഷെ മാക്സിമം അയാളായിരിക്കും അതിന്റെ മെയിൻ ഡയറക്ടർ എന്ന് പറയുന്നത്. പിന്നെ സെൻസസ് ഡെസ്റ്റിനേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ ഡിസ്ട്രിക്റ്റിലും സിറ്റി ലെവലിലും പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറാണ്. അവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതായത് സെൻസസ് ടൈമിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കളക്ടേഴ്സിനെയാണ് ഈ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ എന്ന് പറയുന്നത്. കളക്ടർ ഇപ്പൊ കേരളത്തിന്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ കളക്ടർ, കർണാടകയിൽ ഡെപ്യൂട്ടി കമ്മീഷണർ എന്നാണ് അവരെ പറയുക. ഈ ഡെപ്യൂട്ടി കമ്മീഷണറാണ് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ. സെൻസസ് ടൈമിൽ അവരുടെ പേര് മാറും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ വർക്ക് മാറി നോഡൽ ഓഫീസറാണ് ഞങ്ങള്. അപ്പൊ ഇവരെ പേര് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ ആവും ഡിസ്ട്രിക്ട് ലെവലിൽ. അപ്പൊ അവരാണ് കണ്ടക്ട് ചെയ്യേണ്ടത്. അവരുടെ ഡിസ്ട്രിക്റ്റില് കണ്ടക്ട് ചെയ്യേണ്ടത്, സെൻസസ് കണ്ടക്ട് ചെയ്യേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്വം ആരുടെ ഇതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ടറുടെ ഉത്തരവാദിത്തം. ഇപ്പൊ ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും കളക്ടറാണ് അത് ഉത്തരവാദി. കളക്ടറാണ് ഡാറ്റ എന്ത് ചെയ്യേണ്ടത്, ഡയറക്ടർ ഓഫ് സെൻസസ് ഓപ്പറേഷന് കൺസേൺ സ്റ്റേറ്റിലേക്ക് അയച്ചു കൊടുക്കേണ്ടത്. സോ എന്ത് സെൻസസിൽ സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്തം കളക്ടറിനാണ്, ആ ഡിസ്ട്രിക്റ്റിലെ ഉത്തരവാദിത്തം. അതിന്റെ താഴെ വരികയാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ചാർജ് ഓഫീസർ, അതായത് സബ് ഡിസ്ട്രിക്റ്റിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പം നമ്മുടെ കേരളത്തിന്റെ എക്സാം എടുക്കുകയാണെങ്കിൽ സബ് ഡിസ്ട്രിക്റ്റിലേക്ക് വരുമ്പോൾ ഇപ്പൊ കാസർഗോഡ് എടുക്കുകയാണെങ്കിൽ അതിന് കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ കാഞ്ഞങ്ങാടിൽ ഒരു സബ് ഡിസ്ട്രിക്ട് ഓഫീസ് ഉണ്ടാവും, ചാർജ് ഓഫീസ് ഉണ്ട്. അത് ചാർജ് ഓഫീസറാണ്. അതിന്റെ തൊട്ട് താഴെ വരുന്നത് അത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പുറത്ത് നിങ്ങൾ ഓഫീസർ അപ്പോയിന്റ് ചെയ്യുന്ന ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തഹസിൽദാർസ്. ഫോർ എക്സാമ്പിൾ താലൂക്കിലാണെങ്കിൽ തഹസിൽദാർസ് വരും. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തഹസിൽദാർ, അതുകൊണ്ട് ആ തഹസിൽദാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മാംലാദാർസ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ഒക്കെ വേറെ ഉണ്ട്. അത് വേറെ സ്റ്റേറ്റുകളിലെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇനൂമറേറ്റേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ആണ് മെയിൻ സംഭവം. അവരാണ് ഇതിന്റെ മെയിൻ കാര്യം. ഇനൂമറേറ്റർ സൂപ്പർവൈസേഴ്സ് ആണ് മെയിൻ. അപ്പൊ അതിന് ആരൊക്കെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് വെച്ചാൽ ടീച്ചേഴ്സ്, അതർ ഫീൽഡ് ഓഫീസേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ലോക്കൽ ബോഡീസ്. അപ്പം ഇതില് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസസിന്റെ മുഴുവൻ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് ഗവൺമെന്റ് സ്റ്റാഫിനെയാണ് മാക്സിമം ഉപയോഗിക്കുന്നത്. തീരെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചില പ്രൈവറ്റ് സ്റ്റാഫിനെയൊക്കെ എടുക്കും. പക്ഷെ മാക്സിമം നമ്മുടെ ഇലക്ഷനൊക്കെ നടത്തുന്ന പോലെ തന്നെ ഒരു സെറ്റപ്പാണ്. ആ ഇലക്ഷന്റെ സെറ്റപ്പിന് ഇതേപോലെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് സെൻസസിന്റെ സമയത്ത് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇപ്പൊ സെൻസസിന്റെ ടൈം ലൈൻ ഒക്കെ നേരത്തെ പറഞ്ഞിരുന്നു. ഹൗസിംഗ് ആൻഡ് ഹൗസിംഗ് സെൻസസ് എന്ന് പറയുന്ന സാധനം, അപ്ഡേഷൻ ഓഫ് നാഷണൽ പോപ്പുലേഷൻ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ ഒരു കാര്യം കൂടി ഇപ്രാവശ്യം നമ്മൾ സെൻസസിൽ ഉൾപ്പെടുത്തി. ഇപ്രാവശ്യം അല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തിട്ടുണ്ട് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. എല്ലാവർക്കും അറിയാം NPR. ഇപ്പൊ നാട്ടിലൊക്കെ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. NPR അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ എന്തൊക്കെയോ ബഹളം വെക്കുകയും അത് നടത്താൻ പറ്റില്ല, NCR ആണ്, അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഇതിന്റെ പ്രശ്നം, ഐഡന്റിറ്റിന്റെ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും പ്രശ്നങ്ങൾ വരുന്നില്ല. കാരണം ഇത് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, അതായത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ഒരു രജിസ്റ്റർ ഒന്നും കീപ്പ് ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു കോളേജിൽ പഠിക്കുകയാണെങ്കിൽ, കോളേജിൽ ക്ലാസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ കുട്ടികൾക്ക് ഒരു ഇതുണ്ട്. ഇപ്പൊ നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്റർ ഇപ്പം വന്നിട്ട് ടീച്ചർ വിളിക്കുമ്പോൾ ഓരോരാൾക്ക് ഓരോ പൊസിഷൻ ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വരുന്ന കുട്ടി അജേഷോ അല്ലെങ്കിൽ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓരോരാൾക്ക് ഓരോ പൊസിഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ അതിങ്ങനെ വിളിക്കും. അപ്പൊ അതൊരു രജിസ്റ്റർ അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഓരോ ആളുകൾക്കും, ഇന്ത്യയിലുള്ള ഓരോ ജനങ്ങൾക്കും ഒരു പെർട്ടിക്കുലർ പൊസിഷൻ ഉണ്ട്. ആ പൊസിഷൻ നമ്മൾ അവിടെ രേഖപ്പെടുത്തുന്നതാണ് നമ്മൾ ഈ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ പോപ്പുലേഷന്റെ ഒരു രജിസ്റ്റർ ആണ് ഈ സാധനം. അതൊരു അറ്റൻഡൻസ് രജിസ്റ്റർ പോലെ അതാണ് നമ്മൾ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ നമ്മൾ ഒരു പ്രാവശ്യം 2011 എടുത്തതാണ്. അന്ന് 2011 എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഉണ്ട്. ഓൾമോസ്റ്റ് 2011 121 മില്യൺ പോപ്പുലേഷന്റെയും ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഇനി വീണ്ടും ഇത് എന്ത് ചെയ്യുന്നത്, അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ അപ്ഡേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള സാധനം വീണ്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഇപ്പം നമ്മളെ സ്റ്റാറ്റസ് ഒക്കെ മാറിയിട്ടുണ്ടാവും. അന്നത്തെ പോലെ ഒന്നും അല്ല. 2011 ചിലപ്പോൾ നമ്മുടെ പഠിക്കുന്നത് ചിലപ്പം 10-ലായിരിക്കും. 2020 നമ്മളെ ഇത് മാറി, സ്റ്റാറ്റസ് ഒക്കെ മാറും. അപ്പൊ ഓരോ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും. അതിന് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനാണ് ഈ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ടൈം എന്ന് പറയുന്നത് 15 ഏപ്രിൽ 2020 തൊട്ടിട്ട് 29 മെയ് 2020. അപ്പൊ എല്ലാവരും ചോദിക്കും, സെൻസസ് നടക്കുന്നത് 2021 സാറേ, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ 20 നടക്കുന്നത്? പക്ഷെ നമ്മൾ പറയാന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത് പോപ്പുലേഷൻ ഇനുമറേഷൻ ആണ്. പക്ഷെ ഇത് ശരിക്കും പറയുന്ന ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൗസിംഗ് സെൻസസ് ആണ്. അതായത് ഹൗസ് ഹോൾഡ്സ് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അമ്യൂണിറ്റീസ്, അവിടെ അവൈലബിൾ ആയിട്ടുള്ള അസറ്റ്സ്, അതൊക്കെയാണ് ഇത് എടുക്കുന്നത്. ഈ 15 ഏപ്രിൽ 2020 തൊട്ടിട്ട് 29 മെയ് 2020 വരെ. പക്ഷെ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഇനുമറേഷൻ ആണ്. അത് എടുക്കുന്ന സമയം നോക്കിക്കഴിഞ്ഞാൽ 9th to 20th ഫെബ്രുവരി 2021. ഇത് നടന്നിട്ടില്ല. കാരണം ഇപ്പൊ ഈ ഒരു ഇഷ്യൂ ആയതുകൊണ്ട് മാറ്റി വെച്ചിരിക്കുക. ഫസ്റ്റ് ടൈമാണ് ഈ 9th to 20th ഫെബ്രുവരി എന്നുള്ള ടൈം മാറ്റുന്നത്. അതുപോലെ 1st to 5th മാർച്ച് ഉണ്ടായത് റിവിഷൻ റൗണ്ട് എന്നൊരു റൗണ്ടും കൂടി ഉണ്ട്. അതിന് ആ റിവിഷൻ റൗണ്ടും ആ 5 ദിവസം നമ്മൾ എന്ത് ചെയ്യും, ആ പെർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ ഇനുമറേറ്റർ പോയി കറങ്ങിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചിലപ്പോൾ ആളുകൾ മരിച്ചിട്ടുണ്ടാവും, ചില പുതിയ കുട്ടികൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കണമെങ്കിൽ ആ റിവിഷൻ റൗണ്ടും കൂടി 1st to 5th മാർച്ച് 2021 വരും. പിന്നെ വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ സ്നോ ബൗണ്ട് ഏരിയസിൽ, അതായത് ഇപ്പം ഈ ജമ്മു കാശ്മീരിലോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ സ്നോ ബൗണ്ട് ഏരിയസ്, ആസാം, അങ്ങനത്തെ കുറെ ഏരിയാസിലുകളിൽ നമ്മൾ എടുക്കുന്ന ടൈം വ്യത്യാസമുണ്ട്. കാരണം അവിടെ ഈ സമയത്ത് സ്നോ ടൈമാണ്. സോ അതുകൊണ്ട് ആ 11th 30 സെപ്റ്റംബർ ആണ് അവിടെ എടുക്കാറ്. 1st to 5th ഒക്ടോബർ ആണ് അതിന്റെ റിവിഷൻ റൗണ്ട് എടുക്കാറ്. അപ്പൊ ഇങ്ങനെ 2 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. മെയിൻ ആയിട്ട് നമ്മുടെ ടൈം 9th to 28th ഫെബ്രുവരിയാണ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഹൗസിംഗ് കണ്ടീഷനും, ഹൗസ് ഹോൾഡ് അമ്യൂണിറ്റീസ്, അസറ്റ്സ് അവൈലബിൾ ടു ഹൗസ് ഹോൾഡ്സ്, ഫംഗ്ഷണൽ മൊബൈൽ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്. ഇതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ പോകും. നേരത്തെ ഗിരീഷ് സാറ് പറഞ്ഞു, ഇപ്പൊ നമ്മള് ഡാറ്റ കളക്ഷൻ, ഇപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് ഇന്ത്യ എന്ന് പറയുകയാണെങ്കിൽ ഫുൾ ഡിജിറ്റലൈസേഷൻ, എല്ലാവർക്കും പറയാം ഡിജിറ്റലൈസേഷൻ ആണ് ഇന്ത്യയിൽ നടക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു നമ്മളെല്ലാം അറിയാം. എല്ലാം കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ ആക്കാൻ പോകുക. അപ്പം എല്ലാവരുടെയും ചോദ്യം, ഈ ഷെഡ്യൂൾ എന്തിനാണ് വീണ്ടും വീണ്ടും കളക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഷെഡ്യൂളിന്റെ ആവശ്യം നമ്മൾ ഒഴിവാക്കാനുള്ള ശ്രമമാണ് അടുത്ത നമ്മൾ ഈ പ്രോസസ്സിലൂടെ നമ്മൾ ഈ പ്രാവശ്യം മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഈ പ്രാവശ്യം നമ്മൾ എടുക്കുന്ന മിക്സ് മോഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ആണ്. അതായത് മൊബൈൽ ആപ്പോ പേപ്പർ ഷെഡ്യൂളോ അല്ലെങ്കിൽ സെൽഫ് ഇനുമറേഷൻ, ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ. അതായത് മൊബൈൽ ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഇനുമറേറ്റേഴ്സ് ചെയ്യുന്നത് അവരവരുടെ മൊബൈലിൽ മൊബൈൽ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് മൊബൈൽ ആപ്പ് വഴി ഈ ക്വസ്റ്റ്യനേഴ്സ് ഇല്ലേ, ഇപ്പൊ ഞാൻ പറഞ്ഞ 29 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മൊബൈൽ ആപ്പിൽ വരും. ആ മൊബൈൽ ആപ്പിൽ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഓരോന്നോരോന്ന് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പോവുക. അവസാനം എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്ക് എന്നൊരു ഓപ്ഷൻ വരും, സിങ്ക് ചെയ്യുക. അങ്ങനെ ആ ഡാറ്റ പോയിട്ട് എന്ത് ചെയ്യും, കൺസേൺഡ് ആളുകളുടെ അടുത്ത് ആ ഡാറ്റ എത്തുകയും ആ ഡാറ്റ പിന്നെ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ നമ്മൾ ഇത് ചെയ്യുന്ന പോലെ തന്നെ ഷെഡ്യൂൾസ് നമ്മൾ ഇത് ചെയ്യുകയും ഷെഡ്യൂൾസ് ഡാറ്റ കളക്ട് ചെയ്തിട്ട് കൺസേൺഡ് ആളുകൾ, ഇപ്പം നമ്മുടെ ഇനുമറേഷൻ ബ്ലോക്കിൽ നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് അവിടെ സൂപ്പർവൈസർ ഉണ്ടാവും. ഈ സൂപ്പർവൈസർ ഡാറ്റ കളക്ട് ചെയ്തിട്ട് നേരെ
ചാർജ് ഓഫീസറിന്റെ കയ്യിൽ കൊടുക്കുകയും ചാർജ് ഓഫീസർ ഡാറ്റ കോർഡിനേറ്റ് ചെയ്യിപ്പിച്ചിട്ട് നേരെ ഡിസ്ട്രിക്ട് കളക്ടറിന്റെ കയ്യിൽ കൊടുക്കുകയും കളക്ടർ ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ട് സ്റ്റേറ്റിന്റെ ഇതിൽ കൊടുക്കുകയും സ്റ്റേറ്റ് ഡയറക്ടർ ഓഫ് സെൻസസ് ഓപ്പറേഷൻസിൽ കൺസേൺ ഡയറക്ടർ ഓഫ് സെൻസസ് ഓപ്പറേഷനിൽ കൊടുക്കുകയും ഈ ഡയറക്ടർ ഓഫ് സെൻസസ് ഓപ്പറേഷനിൽ ഡാറ്റ ഡയറക്റ്റ് ആയിട്ട് രജിസ്റ്റർ ജനറൽ ഓഫ് ഇന്ത്യയിൽ എത്തുകയും ചെയ്യും. ഇതാണ് ഇതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമ്മളുടെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷെഡ്യൂളൊക്കെ കളക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. കാരണം ഈ ഷെഡ്യൂള് ഷെഡ്യൂള് കളക്ട് ചെയ്തിട്ട് ഈ ഡാറ്റ എങ്ങനെയാ ഇത് ചെയ്യാൻ പറ്റുക? ഡാറ്റ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യണം. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും ഈ ഡാറ്റേനെ നമ്മൾ ഇലക്ട്രോണിക് ഡാറ്റ ആക്കിയിട്ട് മാറ്റണം. എല്ലാവർക്കും പറയുന്ന കേസ് ഇത് ഇലക്ട്രോണിക് ഡാറ്റ ആക്കി മാറ്റണമെങ്കിൽ എത്ര സമയം എടുക്കും? അതിന്റെ ടൈമുകൾ എടുക്കും. ഇതിനെ സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തിട്ട് അതിന്റെ ഇമേജുകൾ ഇത് ചെയ്യണം. കുറെ പണികൾ നമുക്കുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ ഡാറ്റ സെന്റേഴ്സ് ഉണ്ട് നമ്മളുടെ ഇതിൽ. ഇതെല്ലാം പണ്ട് ചെയ്തുകൊണ്ട് 2021 ചെയ്തിരിക്കുന്നത് ഷെഡ്യൂൾ കളക്ട് ചെയ്യും, ഷെഡ്യൂളിനെ സ്കാൻ ചെയ്യുകയും സ്കാൻ ചെയ്ത ഇമേജിനെ അതിനെ ടിഫ് ഇമേജ് ആക്കി കൺവേർട്ട് ചെയ്യും, ഇമേജിനെ നമ്മൾ ICR ടെക്നോളജി ഉപയോഗിച്ചിട്ട് മാറ്റുകയും അങ്ങനെയാണ് ഡാറ്റ നമ്മുടെ കയ്യിലേക്ക് അവസാനം ഫൈനലായിട്ട് എത്തുന്നത്. അപ്പം ഇത് ഓരോ ഷെഡ്യൂൾ എടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇത്രയും ഷെഡ്യൂൾസ് സ്കാൻ ചെയ്യണം. ഇതിനെല്ലാം വലിയ പണി. അതായത് ഒരു സെൻസസ് 2011 നടക്കുകയാണെങ്കിൽ ഇതിന്റെ മാക്സിമം ഡീറ്റെയിൽസ് നമ്മളെ കൈകളിലേക്ക്, അതായത് നമ്മുടെ കൈകളിലേക്ക് എന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ കൈകളിലേക്ക് എത്തുന്നത്. ഫോർ എക്സാമ്പിൾ സെക്കൻഡറി ഡാറ്റ യൂസേഴ്സിന്റെ കൈകളിലേക്ക് ഈ പ്രൈമറി സോഴ്സ് ഓഫ് ഡാറ്റ എത്തുന്നത് ഓൾമോസ്റ്റ് 2017 2017 or 18. അപ്പൊ അതിന്റെ ആ ഒരു ഡിഫറൻസ് 2011 നടന്ന ഒരു സാധനത്തിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നത് 2017. അപ്പൊ അത്രയും വർഷത്തിലെ ഗ്യാപ്പില് നമുക്ക് എന്തൊക്കെയോ നടന്നിട്ടുണ്ടാവും കാര്യങ്ങൾ. അതൊന്നും നമുക്ക് പക്ഷേ ഇതിൽ കിട്ടില്ല. അതാണ് ഇതിന്റെ ഒരു ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് പറയാൻ കാരണം. ഇത്രയും സമയം നമ്മൾ പഴയ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മൊബൈൽ ആപ്പ് വഴി നമ്മളിപ്പം ഡാറ്റ കൺവേർട്ട് ചെയ്ത് ചെയ്യുന്നത്. ഈ മൊബൈൽ ആപ്പ് വഴി ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാൽ അത് ഓൾറെഡി ഡിജിറ്റലായി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു ഡാറ്റ. നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സ്കാനിങ്ങിന്റെ ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് പേപ്പർ ഷെഡ്യൂളും കൂടി കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ എല്ലാ ഇനുമറേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജ് ലെവലുകളിലൊക്കെ മൊബൈൽ ആപ്പും ഉപയോഗിക്കാൻ അറിയാത്ത ടീച്ചേഴ്സ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഇല്ല, ഉണ്ടാവാറില്ല. എന്നാലും ചിലപ്പോൾ ഉള്ള കേസിൽ നമ്മൾ എന്ത് കൊടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പർ ഷെഡ്യൂളും കൂടി അവർക്ക് കൊടുക്കും. അപ്പൊ അത്ര ഡാറ്റ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, സ്കാൻ ചെയ്താൽ മതി, ബാക്കിയുള്ളതൊന്നും ചെയ്യേണ്ട ആവശ്യം. അപ്പം പിന്നെ ഒരു കാര്യമുള്ളത് വെച്ചാൽ സെൽഫ് ഇനുമറേഷൻ. അത് പോപ്പുലേഷൻ ഇനുമറേഷൻ മാത്രമാണ്. അതായത് സെൽഫായിട്ട് വേണമെങ്കിൽ നമുക്ക് നെറ്റിൽ പോയിട്ട് സെൽഫ് ഇനുമറേറ്റ് ചെയ്യാം. എന്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ തന്നെ കൊടുക്കും, അങ്ങനെയും ചെയ്യാം. സെൽഫ് ഇനുമറേഷൻ ഓപ്ഷൻ കൂടി പോപ്പുലേഷൻ ഇനുമറേഷനിൽ കൊടുക്കും. സോ ഇത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ മൊബൈൽ ആപ്പ് വഴി നമ്മളിത് ഡാറ്റ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു ഡിജിറ്റലൈസേഷന്റെ ഭാഗമായിട്ടാണ് ഈ മൊബൈൽ ആപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഡാറ്റയെ നമ്മളത് ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 year 2 yearനുള്ളിൽ ഇതിന്റെ ഡാറ്റ പബ്ലിഷ് ചെയ്യാൻ പറ്റും. മാക്സിമം എല്ലാ ലെവലിലും, ഓൾമോസ്റ്റ് താഴത്തെ ലെവലിലുള്ള ഡാറ്റ മുതൽ ഏത് ഡാറ്റ വേണമെങ്കിലും നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും. ഈ 2 വർഷം 1 വർഷം 2 വർഷത്തിന്റെ ഉള്ളിൽ ഇതിനെ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ ഇതിൽ പബ്ലിഷ് ചെയ്യുകയാണ്, ഡാറ്റ ഡിസമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ ആ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും 2 വർഷം കൊണ്ട്. നമ്മൾ എടുക്കുന്ന സാധാരണ കേസിൽ എടുക്കുന്ന വർഷം എന്ന് പറഞ്ഞാൽ 7 to 8 years കൊണ്ടാണ് ഡാറ്റ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം ഡാറ്റ യൂസേഴ്സിന് അത് കുറച്ച് അത്രയും ഉപയോഗം കാണില്ല. പിന്നെ ഡാറ്റ യൂസേഴ്സ് എന്തായാലും ഇതിനെ സമീപിക്കാനേ പറ്റുള്ളൂ. കാരണം ഇതാണ് ഒരു ബേസ് ആയിട്ടുള്ള ഒരു പ്രൈമറി ഡാറ്റ കിടക്കുന്നുണ്ട്. വേറൊരു ഡാറ്റയും നമുക്കില്ല. വേറൊരു പ്രൈവറ്റ് ഏജൻസിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാൾക്കോ ഇങ്ങനത്തെ ഡാറ്റ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഈ എളുപ്പത്തിൽ ഈ മൊബൈൽ ആപ്പിലൂടെ നമ്മളത് സഹായിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഇപ്പൊ ഒന്നും നടന്നില്ല. ഇതിപ്പം മാറ്റി വെച്ചിരിക്കുകയാണ് സംഭവം. അപ്പം ഇതാണ് മെയിനായിട്ട് ഞാൻ ഒരു കാര്യം പറയാനുള്ളത് മൊബൈൽ ആപ്പില്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് വേറൊരു കാര്യം എന്നുള്ളതെന്ന് വെച്ചാൽ ഇതിപ്പം അലവൻസുകളൊക്കെ അതൊന്നും നിങ്ങൾക്ക് പറയേണ്ട ആവശ്യം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചാൽ എത്രയും പൈസ നമുക്ക് വരുന്നുള്ളത് നിങ്ങളൊന്ന് കാണിച്ചു തരിക. മാസ്റ്റർ ട്രെയിനർ, ഫീൽഡ് ട്രെയിനർ, അതായത് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മളൊരു മാസ്റ്റർ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാണ്. കാരണം നമ്മുടെ ട്രെയിനേഴ്സ് ഉണ്ടാവും, ട്രെയിനേഴ്സ് വേണമല്ലോ. ടീച്ചേഴ്സിന് ഇലക്ഷനെ പോലെ തന്നെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ക്ലാസ് തരും. ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് ക്ലാസ് തരും. അതുപോലെ തന്നെ സെൻസസിന്റെ ടൈമിൽ സെൻസസിനും ക്ലാസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് ഇനുമറേറ്റേഴ്സിന് ക്ലാസ് കൊടുക്കും. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഒരു അലവൻസ് ആണ് ഞാൻ കാണിച്ചത്. 1500 രൂപ എന്ന് പറയുന്നത്. പെർ ഡേ 1500 രൂപയാണ് അവർക്ക് കിട്ടുന്നത്. അതുപോലെ ഇനുമറേറ്റർ സൂപ്പർവൈസേഴ്സ്
ട്രെയിനിങ്ങിനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്ക് പൈസ കിട്ടും. പിന്നെ ഇനോമറേറ്റർ സൂപ്പർവൈസർ ലഞ്ചിന് അതിനൊക്കെ അവർക്ക് പൈസ കിട്ടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഓരോ ഹോണറേറിയമാണ് ഇതിന് കൊടുക്കുന്ന ഇനോമറേറ്റർ സൂപ്പർവൈസേഴ്സിന്. അതായത് പേപ്പർ മോഡിൽ ചെയ്യുന്നവർക്ക് 5,500 രൂപയും മൊബൈൽ ആപ്പിൽ ചെയ്യുന്നവർക്ക് 7,500 രൂപയും. അത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ജസ്റ്റ് ഞാനൊരു ഇതിനു വേണ്ടി കാണിച്ചാണ് നിങ്ങൾക്ക് ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് വരുന്നുണ്ട് എന്നുള്ളത്. ഇതൊരു പർട്ടിക്കുലർ ഇനോമറേഷൻ ബ്ലോക്കിന്റെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒരു ഇനോമറേഷൻ ബ്ലോക്കിനാണ് ഇത്രയും പൈസ നമ്മൾ കൊടുക്കുന്നത്. അതായത് 1000 പോപ്പുലേഷൻ വരുന്ന ഒരു ബ്ലോക്കിന്റെ കേസിലാണ് ഇത്രയും പൈസ നമ്മൾ ചെലവാക്കുന്നത്. അപ്പം നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു ടോട്ടൽ എത്ര ഡിസ്ട്രിക്ട് ഉണ്ട്, എത്ര ചാർജസ് ഉണ്ട്. അപ്പൊ ഇത്രയും ചാർജസിൽ എത്ര ബ്ലോക്കുകൾ ഉണ്ടാവും, അത്രയും ഹ്യൂജ് എമൗണ്ട് ഇതിന് വേണമെന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു എമൗണ്ട് കാണിച്ചത്. ഇത്രയും എമൗണ്ട് ഒരു ഇതിൽ തന്നെ 25,000 രൂപ ഒരു ഇത്രയും വർക്ക് ചെയ്താൽ എച്ച് ഔട്ട്സോഴ്സിംഗ് ഓപ്പറേഷൻ, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, പോപ്പുലേഷൻ ഇത് മൂന്നും ചെയ്യുന്നത് ഒരേ ടീച്ചേഴ്സ് തന്നെ ആയിരിക്കും അവരുടെ ഏരിയയിൽ. അപ്പൊ ഈ ഇത്രയും 3 വർക്കും ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 25,000 ആണ്. അത് പേപ്പർ മോഡ് ചെയ്യുന്നത് 17,000 മൊബൈലിലാണെങ്കിൽ കൂടുതൽ കിട്ടും 25,000. അപ്പൊ ഇതാണ് ഇത്രയും എമൗണ്ട് ആണ് ഒരു ഇനോമറേഷൻ ബ്ലോക്കിന് വരുന്നത്. അപ്പൊ അത്രയും എമൗണ്ടുകൾ ഇതിന് വേണം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് ഒരു കാര്യം, ഇതൊക്കെ ജസ്റ്റ് അവരുടെ കാര്യമാണ്. ജസ്റ്റ് ഇത് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ സാറേ കണ്ടിന്യൂ ചെയ്തൂടെ സാറേ? എനിക്കൊരു എത്ര സമയം ഉണ്ടോ? നമുക്കിപ്പോ 7:15 ആവാനായി, ഒരു 10 മിനിറ്റ് കൂടെ എടുക്കാം സാർ. 8:15 ആവാനായി. 10 മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കും. 10 മിനിറ്റ്. ഓക്കെ സാർ. അപ്പൊ ഇത്രയും കാര്യം ഞാൻ പറഞ്ഞു. ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു സെൻസസ് ഓപ്പറേഷൻസ് നടക്കുന്നത്. അപ്പം ഇതിപ്പം നിങ്ങൾക്കെല്ലാം പുതിയൊരു അറിവായിരിക്കും. ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടോ, ഈ ഡിപ്പാർട്ട്മെന്റ് ആണോ ഇതൊക്കെ ചെയ്യുന്നത് ഒരു പുതിയ അറിവായിരിക്കും എല്ലാവർക്കും. കാരണം ഇത് എനിക്കും ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഞാനും ഇത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിനെ കുറിച്ച് പഠിക്കുകയും അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ടാക്കിൾ ചെയ്യുന്നു എന്നുള്ളതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഇവിടെ ഈ ഡിപ്പാർട്ട്മെന്റ് വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഇതില് നല്ല ഓപ്പർച്യൂണിറ്റി. അതിൽ വേറൊരു കാര്യങ്ങൾ കൂടി പറയാനുള്ളത്, ബീങ് എ സ്റ്റാറ്റിസ്റ്റിഷ്യൻ നമുക്കൊരു ഗുണം ഇതിൽ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൻ ചെയ്യും. ഞാനിപ്പം എന്നെ ഒരു ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു പർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റിന്റെ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങയുടെ ചുമതല എന്ന് പറയുന്നത് അവിടുത്തെ സെൻസസിനെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം, നമ്മൾ നോക്കിക്കണ്ട് നമ്മൾ അതിനെ ഇത് ചെയ്യാന്നുള്ളതാണ്. അതായത് അവര് വർക്ക് സ്ലോ ആവുന്നുണ്ടോ. അപ്പം എല്ലാവരും ഇപ്പം സ്റ്റേറ്റിനൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല പല വർക്കുകളുണ്ട്. ഇതിനിടെ കൂടെ വരുന്ന ഒരു വർക്കാണ് സെൻസസ്. അപ്പൊ അവരെ ഓൾറെഡി നിയമിച്ചിട്ടുണ്ട് ആളുകൾ. പക്ഷെ എന്ന് കരുതി എല്ലാ വർക്കുകളും അവർ ചെയ്യണമെന്നില്ല. നമ്മൾ പോയി അവിടെ കറക്റ്റായിട്ട് നമ്മളെ പോയി സംസാരിച്ച് ആളുകളോടൊക്കെ സംസാരിച്ച് ക്ലിയർ ചെയ്യണം കാര്യങ്ങൾ. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർ സ്ലോ ആക്കും വർക്ക്. നമ്മൾ ആ ഒരു സ്റ്റിക്കുലർ ടൈമിന്റെ ഉള്ളിൽ നമ്മൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളത് കറക്റ്റായിട്ട് അതിനെ നമ്മൾ ആ ടൈമിന്റെ ഉള്ളിൽ നമ്മൾ ബൗണ്ടഡ് ടൈം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ടൈമിന്റെ ഉള്ളിൽ നമ്മൾ തീർക്കണം. അപ്പൊ അതിന് നമ്മള് നോഡൽ ഓഫീസിൽ നിന്ന് നമുക്ക് വേറൊരു ഉപകാരം ഒരു സ്റ്റാറ്റിസ്റ്റിഷ്യൻ എന്നുള്ള നിലക്ക് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അതായത് ഇപ്പം ഒരു ട്രെയിനിങ് കണ്ടക്ട് ചെയ്യണം. ഫസ്റ്റ് ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് നമ്മൾ ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡിസ്ട്രിക്ട് ലെവലിലാണ് നമുക്ക് ഫസ്റ്റ്, നമ്മൾ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ. അപ്പൊ ഡിസ്ട്രിക്ട് ലെവലിൽ നമ്മൾ ഫസ്റ്റ് ട്രെയിനിങ് കൊടുക്കണം. ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കൊടുക്കണം ഈവൻ കളക്ടേഴ്സിന് പോലും. കളക്ടർ അത് വലിയൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഒരു IAS നേടിയ കളക്ടറിന് നമുക്ക് പോയി ക്ലാസ് എടുക്കാന്ന് പറഞ്ഞാല് അപ്പൊ അതൊരു ചില്ലറ കാര്യമല്ല. നമ്മള് ഈ ഡിസ്ട്രിക്ട് കളക്ടറിന് ക്ലാസ് എടുക്കുന്നു. അതുപോലെ തഹസിൽദാർസ് ഉണ്ടാവും, വലിയ വലിയ ആളുകൾക്ക്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസേഴ്സ് ഉണ്ടാവും. ഇങ്ങനെ കുറെ ആളുകൾക്ക് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസേഴ്സ് ആണ്. ഫസ്റ്റ് അവരുടെ ചുമതല അതാണ്. അവരാണ് ക്ലാസ് ഫസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ അവരെന്ത് ചെയ്യും, അവർ കൺസേൺ മാസ്റ്റർ ട്രെയിനർ ആക്കി അതിൽ നിന്ന് മാറ്റുകയും മാസ്റ്റർ ട്രെയിനേഴ്സ് ഫീൽഡ് ട്രെയിനേഴ്സ് കൊടുക്കുകയും ഫീൽഡ് ട്രെയിനേഴ്സ് ഇനോമറേറ്റേഴ്സ് സൂപ്പർവൈസേഴ്സിന് ക്ലാസ് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ നമ്മളൊരു അത്രയും ഒരു നല്ലൊരു രീതിയിൽ നമുക്ക് അതിനെ സമീപിക്കാൻ പറ്റും. കാരണം നമുക്കൊന്നും ആലോചിക്കാൻ പറ്റാത്ത ഒരു കേസാണ് നമ്മൾ ഈ കളക്ടേഴ്സ് നമുക്ക് ക്ലാസ് കൊടുക്കുക അല്ലെങ്കിൽ തഹസിൽദാറിന് ക്ലാസ് എടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുമ്പോഴേ എല്ലാവരും കേരളം തന്നെ കിട്ടണമെന്നൊന്നുമില്ല. കാരണം കേരളത്തിലധികം പോസ്റ്റുകളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ പല സ്റ്റേറ്റിലായിരിക്കും കിട്ടുക. അപ്പം നമ്മൾ മാക്സിമം നോക്കുക. അപ്പൊ ഞാനിപ്പം ഇവിടെ വന്ന് വേറൊരു ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അവരുടെ ബൈലോ തന്നെ അവർ പറയുന്നുണ്ട്, നമ്മളൊരു സ്റ്റേറ്റിൽ വരികയാണെങ്കിൽ വിത്തിൻ 5 ഇയേഴ്സിന്റെ ഉള്ളിൽ നമ്മൾ എന്താ പറയാ കൺസേൺ ലാംഗ്വേജ് നമ്മൾ
പഠിച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ കർണാടകയിൽ വന്നിട്ട് ഞാൻ മലയാളത്തിൽ എനിക്ക് ഇപ്പം ക്ലാസ് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എടുക്കുന്നത് കൊണ്ട് പറ്റില്ല. കാരണം എല്ലാവർക്കും ഇപ്പൊ ഇംഗ്ലീഷ് മനസ്സിലാക്കണമെന്നൊന്നും പറ്റില്ല. അപ്പം നമ്മുടെ സ്റ്റേറ്റ് ലെവലിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ആ കൺസേൺഡ് ലാംഗ്വേജിൽ തന്നെ നമ്മൾ ക്ലാസ് എടുക്കണം. അപ്പൊ നമ്മൾ വരിക, നമ്മൾ ഈ ആ 5 yearsന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൺസേൺ ലാംഗ്വേജസ് പഠിക്കുക, ലോക്കൽ ലാംഗ്വേജ് പഠിക്കുക, ക്ലാസ് എടുക്കുക. അങ്ങനെ ഒരു ഇതും കൂടി നമുക്ക് ഒരു അച്ചീവ്മെന്റ് ആണ്. കാരണം നമ്മൾ വേറൊരു സ്റ്റേറ്റിൽ പോകുമ്പോൾ നമ്മൾ ആ സ്റ്റേറ്റിന്റെ ഭാഷ ഉപയോഗിക്കുകയും ആ സ്റ്റേറ്റിനെ നമ്മൾക്ക് ആ സ്റ്റേറ്റിലെ കാര്യങ്ങൾ നമ്മൾക്ക് നിർവഹിക്കാൻ പറ്റുന്നതെല്ലാം വലിയൊരു കാര്യം. കാരണം നമ്മളൊരു മലയാളിയായ ഒരാൾ നമ്മുടെ കർണാടകയിൽ വന്നിട്ട് കർണാടകയിലെ സെൻസസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഇപ്പം എന്റെ കൂടെയുള്ള കുറെ ഫ്രണ്ട്സുകൾ മലയാളീസ് തന്നെ പല സ്റ്റേറ്റുകളും വർക്ക് ചെയ്യുന്നുണ്ട്. ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈവൺ ആന്ധ്രയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, കുറെ സ്റ്റേറ്റ്സിൽ, ഇപ്പം ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് കുറെ പേര്. അപ്പം അവരെയൊക്കെ ആ പെർട്ടിക്കുലർ ലാംഗ്വേജ് എന്താണോ, അവിടെ ഉപയോഗിക്കുന്ന ഭാഷ എന്താണോ, ആ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവണം എന്നുള്ളതാണ് മെയിൻ കാര്യം ഇതിൽ കാര്യം പറഞ്ഞത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ സാറ് സൂചിപ്പിച്ചു ഈ CRS SRS എന്നൊക്കെ പറഞ്ഞ് സാർ സൂചിപ്പിച്ചു. ഇപ്പൊ നമ്മൾ ഈ 10 years 10 വർഷത്തില് നമ്മൾ സെൻസസ് നടത്തുന്നു. അപ്പം ഈ 10 വർഷത്തിന്റെ ഇടയിൽ ഉള്ള ഇപ്പൊ 2011 നടത്തിയ ഒരു സാധനം 2015 നമുക്ക് ഡാറ്റയൊന്നും നമ്മുടെ കയ്യിലില്ല, 2016 17 ഡാറ്റ നമ്മുടെ കയ്യിലില്ല. അപ്പൊ നമുക്ക് എന്താ എല്ലാ വർഷവും നമുക്ക് അതിന്റെ ഒരു പ്രൊജക്ഷനും കാര്യങ്ങളൊക്കെ വേണം. പോപ്പുലേഷന്റെ പ്രൊജക്ഷൻ ആയാലും, അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി റേറ്റ്, മോർട്ടാലിറ്റി റേറ്റ്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. മോർട്ടാലിറ്റി റേറ്റ് എന്താണ്, ഫെർട്ടിലിറ്റി റേറ്റ് എന്താണ്, ഇതൊക്കെ കിട്ടുന്ന ഒരു ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് ഫുൾ പോപ്പുലേഷനും കൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഇത് സാധ്യമേ അല്ല. എല്ലാ പോപ്പുലേഷനും എടുക്കാൻ നമുക്ക് അതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാ വർഷവും നമുക്ക് സെൻസസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയും ബിഗ് എക്സസൈസാ, ഇത്രയും ഡിസ്ട്രിക്ട് കവർ ചെയ്യണം, ഇത്രയും ചാർജസ് കവർ ചെയ്യണം, ഇത്രയും ഇനോഗ്രേറ്റേഴ്സ് വേണം, സൂപ്പർവൈസേഴ്സ് വേണം. ഇത് നടക്കുന്ന ഒരു കാര്യമേ അല്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ 10 years ഇത് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇതിന്റെ മീൻ ടൈമിൽ ഡാറ്റ നമുക്ക് വേണം. ഫെർട്ടിലിറ്റി റേറ്റ് എന്താണ്, മോർട്ടാലിറ്റി എന്താണ്, ഇൻമൈഗ്രേഷന്റെ ലെവൽ എങ്ങനെയാണ്, ഔട്ട് മൈഗ്രേഷൻ ലെവൽ എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് അറിയണം. ഇത് അറിയണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ നമ്മൾ ഒരു സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം കണ്ടക്ട് ചെയ്യുന്നുണ്ട്, SRS എന്ന് പറഞ്ഞിട്ട്. SRS എന്ന് പറയുന്ന സംഭവം ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം. അതൊരു നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിലേക്കാണ് അത് പോകുന്നത്. കാരണം സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് വെച്ച് സ്ട്രാറ്റ വെച്ചിട്ടാണ് നമ്മൾ എല്ലാവർക്കും ഒരേ സ്റ്റാറ്റിഫൈഡ് സാമ്പിളിംഗ് ഒക്കെ. അതിനെപ്പറ്റി ഞാൻ അധികം പറയുന്നില്ല. ഈ സ്ട്രാറ്റ വെച്ചിട്ടാണ് ഓരോ ഇത് സാമ്പിൾ സെലക്ട് ചെയ്യും. ഇത് നമ്മളെ ഒരു പെർട്ടിക്കുലർ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ആണെങ്കിൽ ആ സ്റ്റേറ്റിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ കർണാടക ലെവൽ ഞാൻ പറഞ്ഞുതരാം. കേരളത്തിന്റെ കേസ് എനിക്ക് അധികം അറിയില്ല. കാരണം കർണാടക ലെവൽ ഞാൻ പറയുന്നത് 511 യൂണിറ്റ്സ് ഉണ്ട് കർണാടകയിൽ. യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഓരോ ഏരിയ, അതായത് ഇപ്പൊ ബ്ലോക്ക് ആയിരിക്കും, ചിലപ്പോൾ വില്ലേജ് ആയിരിക്കും, ഇങ്ങനെ ഓരോ ഏരിയ എടുത്ത് അതിനെ നാച്ചുറൽ ഡിവിഷനിലും സ്ട്രാറ്റ വൈസ് ആക്കി മാറ്റിയിട്ട് 511 യൂണിറ്റ്സുകൾ കർണാടകയിൽ. ഈ 511 യൂണിറ്റ്സിലും നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പാർട്ട് ടൈം ഇനോമിനേറ്ററെ അപ്പോയിന്റ് ചെയ്യും. ഈ 511 യൂണിറ്റ്സ് 511 പാർട്ട് ടൈം ഇനോമിനേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ താഴെ ലെവലിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം അംഗൻവാടി ടീച്ചേഴ്സാണ്. മെയിൻലി നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആള് അംഗനവാടി ടീച്ചേഴ്സ്. അംഗനവാടി ടീച്ചേഴ്സ്, ആശാ വർക്കേഴ്സ്, എല്ലാവർക്കും അറിയാം. സോ അവരെ കൺസേൺ ഏത് യൂണിറ്റ് ആണോ സെലക്ട് ചെയ്തത്, ഇത് ഡൽഹിയിൽ നിന്നാണ് സെലക്ട് ചെയ്തത് യൂണിറ്റ്സ്, ഏത് യൂണിറ്റ് ആണോ സെലക്ട് ചെയ്യുന്നത് ആ യൂണിറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ട് ടൈം ഇനോമിനേറ്ററെ നിയമിക്കുകയും ഈ പാർട്ട് ടൈം ഇനോമിനേറ്ററിന്റെ വർക്ക് അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ 6 months അവർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ്, ബർത്തും ഡെത്തും കാര്യങ്ങളും എല്ലാം അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർ കുറെ ഫോംസ് ഉണ്ട്, ആ ഫോംസ് ഫില്ല് ചെയ്തിട്ട് നമ്മളെ ഡയറക്ടറേറ്റിലേക്ക് അയക്കും. സെയിം ടൈം അത് അവരെ മാത്രം ചെയ്യാൻ പറ്റില്ല. കാരണം സെയിം ടൈം നമ്മൾ സൂപ്പർവൈസേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അതായത് നമ്മളെപ്പോലത്തെ ആളുകൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളവിടെ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം ഡാറ്റ. നമ്മുടേതായ രീതിയിൽ നമ്മളവിടെ സർവേ നടത്തുകയും സെയിം യൂണിറ്റ് സർവേ നടത്തുകയും ഈ 2 ഡാറ്റയും കൂടി കമ്പയർ ചെയ്യുകയും അവസാനം കിട്ടുന്ന ഫൈനൽ ഡാറ്റ നമ്മൾ അയക്കുകയും ചെയ്യും. അങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് ഈ 511 യൂണിറ്റ്സ്. അപ്പൊ ഇതിൽ ഒരു പ്രത്യേകത ഇതിൽ കിട്ടുന്ന കാര്യങ്ങൾ വെച്ചാൽ ബർത്ത് റേറ്റ് അറിയാൻ പറ്റും, ഡെത്ത് റേറ്റ് അറിയാൻ പറ്റും. അതുപോലെ ഇതിൽ വേറൊരു സാധനം കൂടിയുണ്ട്, വെർബൽ ഓട്ടോപ്സി ഫോം എന്ന് പറഞ്ഞൊരു സാധനം. അതായത് നമ്മുടെ ഡെത്ത് ആയി കഴിഞ്ഞ ആളുകളുടെ ഡീറ്റെയിൽസ് എടുക്കുകയും അവരെ എങ്ങനെയാണ് ഡെത്ത് ആയത്, എന്താ കാരണം എന്താണ്, ഇതൊക്കെ നമ്മൾ അന്വേഷിച്ചറിയുകയും അതിന്റെ ഒരു ഫോം ഫില്ലപ്പ് ചെയ്യുകയും അതിന് നമ്മൾ ഡോക്ടേഴ്സിനെ അയച്ചു കൊടുത്ത് ഡോക്ടേഴ്സ് അതിനെ എന്ത് ചെയ്യും, ഡോക്ടേഴ്സ് അതിനെ വിശദമായി പഠിക്കുകയും അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഓരോ വില്ലേജുകളിലുള്ള ഡെത്തിന്റെ രീതി എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വൈഡായിട്ട് നമുക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ സാമ്പിളിലേക്ക് ചുരുങ്ങിയാണ് ചെയ്യുന്നത്. സോ നമ്മളെ വേൾഡിൽ തന്നെ ഇന്ന് നിലവിൽ ഇന്ത്യയിലെ ഡാറ്റ ഫെർട്ടിലിറ്റി റേറ്റ് അഥവാ മോർട്ടാലിറ്റി റേറ്റ്, ഇൻമൈഗ്രേഷൻ, ഔട്ട് മൈഗ്രേഷൻ ഒക്കെ കൊടുക്കുന്നത് സെൻസസ് ഓപ്പറേഷൻസ് ആണ്.
ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ആണ്, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് ഈ ഡാറ്റ പബ്ലിഷ് ചെയ്യുന്നത്. ഫെർട്ടിലിറ്റി റേറ്റ്, മോർട്ടാലിറ്റി റേറ്റ്, അതുപോലെ ഇൻമൈഗ്രൻസ്, ഔട്ട് മൈഗ്രൻസ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. അതിൽ കുറെ സംഭവങ്ങളുണ്ട്. അതിൽ എല്ലാവർക്കും അറിയാം CDR, TDR എന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങൾ. ഇതെല്ലാം പബ്ലിഷ് ചെയ്യുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ അതാണ്. അപ്പൊ എല്ലാവരും ചോദിക്കും സെൻസസ് ഡിപ്പാർട്ട്മെന്റിൽ, പണ്ട് എന്നോട് ഒരാൾ ചോദിച്ചിരുന്നു, നമ്മുടെ നാട്ടില് പോയ സമയത്ത് എവിടെയാ വർക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ സെൻസസ് ഡിപ്പാർട്ട്മെന്റാണ് വർക്ക് ചെയ്യുന്നത്. ഒരു അധ്യാപകനോട് ചോദിച്ചതാണ്. അതിപ്പം എല്ലാവരുടെയും കേസ് അങ്ങനെയാണ്. അധ്യാപനം ചോദിക്കുകയും പിന്നെ സെൻസസ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എന്നോട് ചോദിച്ചു, ഈ സെൻസസ് നടക്കുന്ന 10 വർഷം അല്ലേ, അപ്പം ഈ ബാക്കിയുള്ള വർഷമൊക്കെ നിങ്ങൾക്ക് എന്താ അവിടെ പണി ഉണ്ടാവാന്നുള്ളത്? ബാക്കിയുള്ള വർഷം ഇങ്ങനത്തെ കുറെ പണികളുണ്ട്. ഇതിപ്പോ പറഞ്ഞ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ ഡാറ്റ അനാലിസിസും കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. അതിന് പുറമെ ഈ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം, അത് എല്ലാ 6 മാസം കൂടുമ്പോൾ നമ്മൾ ഡാറ്റ അയക്കണം സാമ്പിളേഷൻ. പിന്നെ CRS എന്ന് പറഞ്ഞത് സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം, അതിനെ കോർഡിനേറ്റ് ചെയ്യണം. ഇങ്ങനെ കുറെ വർക്കുകൾ അവിടെയുണ്ട് ഈ ഡിപ്പാർട്ട്മെന്റിൽ. വെറും നമ്മുടെ സെൻസസ് എന്ന് പറഞ്ഞാൽ വെറും സെൻസസിന്റെ ഒരു 10 വർഷത്തെ വർക്കല്ല, ഇതിന് ബൈഫ്രക്കേറ്റ് ഡിഫറെന്റ് വർക്ക്സുകൾ നമുക്കുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യാനുണ്ട്. പിന്നെ ഇനി ഞാനൊന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ, ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയാന്ന് വെച്ചാൽ, അധികം വെച്ച് നീട്ടുന്നില്ല, എല്ലാവർക്കും ബോറടിച്ചിട്ടുണ്ടാവും. കാരണം ഈ രാത്രി 7 മണിക്ക് വന്നിട്ട് ഇങ്ങനെ നമ്മൾ സെൻസസിനെ പറ്റി കഥ പറയുമ്പോഴേ എല്ലാവർക്കും ബോറടിക്കും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി, ഞാൻ 1-2 കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ലാസ്റ്റ് ഇതിപ്പോ ഇത്രയും കാര്യമാണ് സെൻസസിൽ മെയിൻ ആയിട്ട് നടക്കുന്നത്. ഇത് ഏകദേശം ഒരു കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇത് നടക്കുന്നതെന്നും എങ്ങനെയാണ് ഇത് ഡാറ്റ പബ്ലിഷ് ചെയ്യുന്നതൊക്കെ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ അത് വൈഡായിട്ട് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, ഞാനത് ഇങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തന്നതേ. അപ്പൊ ഈ ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഒരു രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന 32 ഓഫീസ് ഉണ്ട് ടോട്ടൽ ഇതിൽ സ്റ്റേറ്റിൽ. എല്ലാ സ്റ്റേറ്റിലും ഇത്ര പോസ്റ്റുകളുണ്ട്. ഇപ്പം കർണാടകയിൽ പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റിഗേറ്ററുടെ പോസ്റ്റ് 1200 പോസ്റ്റാണ് കർണാടകയിൽ ഇൻവെസ്റ്റിഗേറ്ററിന്റെ പോസ്റ്റ് ഉള്ളത്. അതായത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ 1200 പോസ്റ്റ് ഉണ്ട്. അതായത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. 1200 പോസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഇതൊരു വലിയ പോസ്റ്റാണ് 1200. കേരളത്തിലാകുമ്പോഴതൊരു എനിക്കൊന്ന് ഒരു 900-800, അത് ഡിസ്ട്രിക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പോസ്റ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും പോസ്റ്റുകൾ നമ്മൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ നമുക്ക് കിട്ടും. ഇപ്പം സെൻസസിന്റെ ടൈമിൽ വരികയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഇതിൽ ഇപ്പം കുറെ പേർ റിട്ടയർ ഒക്കെ ആയി പോയിട്ടുണ്ടാവും. 500 പോസ്റ്റ് 600 പോസ്റ്റ് ഒക്കെ ഒരുമിച്ച് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴി വിളിക്കുക ചെയ്യാറ്. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രിയാണ്. അപ്പൊ ആ ജോബ് ഓപ്പർച്യൂണിറ്റീസ് മെയിൻ ആയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ഈ സെൻസസും NSSലും ഒക്കെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ. അതുപോലെ തന്നെ അത് മാത്രമല്ല, ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പം UPSC വഴി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ PG കഴിഞ്ഞവർക്ക്, ഇപ്പൊ പോസ്റ്റ് ഗ്രാജുവേഷൻ MSc സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞവർക്ക് ഡയറക്റ്റ് ആയിട്ട് പിന്നെ UPSC തന്നെ വിളിക്കുന്നുണ്ട്. അതായത് അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻ സെൻസസ് ഓപ്പറേഷൻ. അത് കുറച്ചും കൂടി മേലെയുള്ള പോസ്റ്റാണ്, അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അപ്പൊ അതിന്റെ പോസ്റ്റും കൂടി ഉണ്ട്. പക്ഷെ അതിന് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഡാറ്റ കളക്ഷൻ ഏരിയയിൽ 5 years എക്സ്പീരിയൻസ് വേണം. അതായത് നമ്മൾ ഏതെങ്കിലും ഡാറ്റ കളക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ പണ്ട് അതിന്റെ എക്സ്പീരിയൻസ് 5 years ഉണ്ടെങ്കിൽ, മെയിൻലി ഗവൺമെന്റ് ഫീൽഡിൽ ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റോ കേരളത്തിലൊക്കെ കുറെ പോസ്റ്റുകൾ അങ്ങനെ തിരിച്ചിട്ടുള്ളൂ. അപ്പൊ ആ പോസ്റ്റുകളിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് സെൻസസ് ഓപ്പറേഷൻ കണ്ട്. അപ്പം അതും പോസ്റ്റുകൾ കൂടുതലുണ്ട്. 200-300 പോസ്റ്റുകൾ അതും വരും. ഇതൊക്കെ ഗ്രൂപ്പ് A ഗസ്റ്റഡ് പോസ്റ്റ് ആണ് അതൊക്കെ. അപ്പം ഇത് PG കഴിഞ്ഞ അതിൽ പ്രത്യേകം പറയുന്നത് ഫസ്റ്റ് പറയുന്നത് മാസ്റ്റർ ഓഫ് ഡിഗ്രി ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതാണ് അതിന്റെ പ്രത്യേകത. മാത്സും ഉണ്ട്, പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പ്രിഫറബിൾ. കാരണം ഇന്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സുകാർക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതിനെ സമീപിക്കാൻ പറ്റും. കാരണം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ക്വസ്റ്റ്യൻസുകളാണ് കൂടുതൽ നമ്മുടെ ഇന്റർവ്യൂവിലൊക്കെ ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ വന്ന സമയത്തും നമ്മോട് ചോദിച്ചിരിക്കുന്നതും സ്റ്റാറ്റിസ്റ്റിക്കലിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. മാത്സുകാർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, പറ്റില്ല എന്നല്ല, അവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം പ്രത്യേകിച്ച് അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ പോസ്റ്റുകളൊക്കെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. സോ അത് ഒരു അഡ്വാൻറ്റേജ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം. അപ്പൊ അതൊരു കേസാണ്. പിന്നെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞു. ഇതിന് ഇനിയിപ്പം സമയം അധികം വലിച്ചു നീട്ടുന്നില്ല, കാരണം ഏകദേശം ടൈം ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനിയിപ്പം അവസാനമായിട്ട് പറയാം, ഞാൻ എല്ലാവരോടും ഒന്നും കൂടി പറയാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചുകൊണ്ട് ആർക്കും ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ കയറിപ്പോയി അയ്യോ എനിക്കൊരു ജോബും കിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊന്നും വിചാരം ഉണ്ടെങ്കിൽ അത് ആദ്യം മാറ്റിവെച്ചോ. ഒരു കാരണവശാലും അങ്ങനെയല്ല.
എത്രയോ ഓപ്പർച്യൂണിറ്റീസ് പല മേഖലയിലും സ്റ്റാറ്റിസ്റ്റിക്സിനുണ്ട്. അതുകൊണ്ട് തന്നെ ആരും വെറിയുടെ വേണ്ട ഒരാവശ്യമില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് നല്ല രീതിയിൽ പഠിക്കുമ്പോഴും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പഠിക്കുക. അതായത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക, എന്തൊക്കെയാണ് പഠിക്കുന്നത്, എന്താണ് അതിന്റെ യൂസ്, അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ എത്രയോ ഡാറ്റ അനാലിസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് ഇപ്പം നിലവിൽ ഓരോ കമ്പനികൾ തന്നെ ഡാറ്റ അനലിസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റുകൾ തന്നെ വിളിക്കുന്നത്. അതായത് ഇത് പറയുന്നത് അതിന്റെ മെയിൻ സംഭവം MSc in സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പൊ അതൊരു ഇതാണ്. പിന്നെ അതിന്റെ കുറെ സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഇഷ്ടംപോലെ എല്ലാവർക്കും അറിയാം. കുറെ സോഫ്റ്റ്വെയർസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ. അതെല്ലാം ഒന്ന് ജസ്റ്റ് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ അധ്യാപകരായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അതിനെ കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ലൊരു കാര്യമാണ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന സാധനം എല്ലാ മേഖലയിലും ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇന്നത്തെ ഇതില് ഞാനിത് പറഞ്ഞു നിർത്താൻ പോവാണ്. ഈ വേൾഡ് പോപ്പുലേഷൻ ഡേ എല്ലാവരും ഈ പോപ്പുലേഷൻ ഡേ വേൾഡ് പോപ്പുലേഷൻ ഡേ എന്ന് ശരിക്കും പറഞ്ഞാല് അത് വേൾഡ് പോപ്പുലേഷൻ ഡേ ഒരു ഓർമ്മപ്പെടുത്തലാണ് ശരിക്കും വേൾഡ് പോപ്പുലേഷൻ ഡേ എന്ന് പറയുന്നത്, ജൂലൈ 11 എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അവയർനെസ് ഓഫ് ഒരു കൂടിയാണ് ഈ വേൾഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഫാമിലി പ്ലാനിങ്ങിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ പോവേർട്ടി, എഡ്യൂക്കേഷൻ, ഇതിന്റെയൊക്കെ കാര്യങ്ങളെ കുറിച്ചൊരു ഓർമ്മപ്പെടുത്തലാണ് ശരിക്കും വേൾഡ് പോപ്പുലേഷൻ ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്നത് ഇനി അടുത്ത ഇതിലേക്ക് വരുമ്പോൾ ഇന്ത്യ ആയിരിക്കും നമ്പർ 1 പോപ്പുലേഷനിൽ മിക്കവാറും വരാൻ പോകുന്നത്. ചൈനയിനൊക്കെ ഇത് ചെയ്തിട്ട് ഇന്ത്യ ആയിരിക്കും മിക്കവാറും വരാൻ പോകുന്നത്. കാരണം ഓൾമോസ്റ്റ് 138 crore നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പോപ്പുലേഷൻ. അത് ചൈനയിൽ 144 സംതിങ് ആണ്. അപ്പം ഓൾമോസ്റ്റ് അത് ചൈനനെ ഓവർകം ചെയ്യും അടുത്ത ഇതില് ഇന്ത്യയുടെ പോപ്പുലേഷൻ. അപ്പൊ ഈ ഒരു പോപ്പുലേഷൻ ഡേ എന്ന് പറയുന്നത് ഇതിനൊരു ഓർമ്മപ്പെടുത്തലാണ് ശരിക്കും പറഞ്ഞത്. അപ്പം ഇത്രയും പറഞ്ഞ ഇനി കൂടുതൽ ഇഷ്ടം പോലെ പറയാനുണ്ട്, പക്ഷെ നമുക്കത് അതിനുള്ള ടൈം ഇല്ല. ഞാൻ അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മള് 1 മണിക്കൂർ സമയം പോയത് അറിഞ്ഞിട്ടില്ല. സാധാരണ നമ്മള് പോപ്പുലേഷൻ ഡേയില് നമ്മളുടെ ഡിസ്കഷനൊക്കെ വരാറ് ഈ സെൻസസിൽ കൂടെ കിട്ടുന്ന ഔട്ട്പുട്ടുകളെ കുറിച്ചുള്ള ചർച്ചകളാണ് സാധാരണ ഉണ്ടാവാറ്. ഇപ്പൊ വിമേഷ് സാറ് സൂചിപ്പിച്ച പോലെ തന്നെ പല കാര്യങ്ങൾ, പോവർട്ടി, അതുപോലെ അൺഎംപ്ലോയ്മെന്റ്, അതുപോലെ ഫെർട്ടിലിറ്റി റേറ്റ്, അല്ലെ, ഇത്തരം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ജനറൽ ടോക്കുകളാണ് സാധാരണ ഉണ്ടാവാറ്. അപ്പൊ നമ്മൾ അതിന് വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം ഈ ഫീൽഡിൽ തന്നെ ഉള്ള ഒരാള് വിമേഷ് സാറ്, അപ്പൊ സാറ് പറഞ്ഞു നിങ്ങൾക്ക് അറിയാം കർണാടകയിലാണ് സാറ്, ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത്തരം അങ്ങനെ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഒരു എക്സ്പീരിയൻസിൽ കൂടെ കാര്യങ്ങൾ കാണുക എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ സാറ് കാര്യങ്ങൾ നിങ്ങൾക്ക് അവതരിപ്പിച്ചു. കാരണം നമ്മൾ ജനറൽ ആയിട്ടുള്ള ടോക്കുകൾ ആകുമ്പോഴേ നമ്മൾ ഇതിലെ ഫൈൻഡിങ്സ് മാത്രമേ നമ്മൾ ചർച്ച ചെയ്ത് പോവുള്ളൂ. എങ്ങനെ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് എത്തിപ്പെടുന്നു, ആ ഒരു കാര്യമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ അതിന്റെ വർക്ക് ഇപ്പൊ സാറ് തന്നെ പറഞ്ഞു, ഓൾ ഇന്ത്യ ലെവലിൽ സ്റ്റാഫ് സെലക്ഷന്റെ പരീക്ഷയൊക്കെ എഴുതിയിട്ടാണ് സാറിന് ജോലി കിട്ടിയത്. അപ്പൊ അങ്ങനത്തെ ഇത് നിങ്ങളുടെ മുമ്പിലും ആ ഒരു അവസരം കിടക്കുകയാണ്. അപ്പൊ അതില് ജോലി കിട്ടുമ്പോൾ സാറ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് ഏത് സംസ്ഥാനത്ത് വേണമെങ്കിലും ജോലി കിട്ടാം. സാറിന് കർണാടകയിലാണ് കിട്ടിയിരിക്കുന്നത്, അതുപോലെ എവിടെ വേണമെങ്കിലും നമുക്ക് ജോലി കിട്ടാം. അപ്പൊ അവിടുത്തെ ആ ഭാഷയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം, ഫീൽഡിൽ പോകണം, അങ്ങനെയുള്ള ജോലിയാണ്. അപ്പൊ ആ ജോലി നമുക്ക് നേരത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. സാധാരണഗതിയിൽ ജോലി കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ അറിയാറ്. അപ്പൊ അത് അങ്ങനെ നല്ലൊരു എക്സ്പോഷർ ഇപ്പോ വിമേഷ് സാറിന്റെ ക്ലാസ്സിൽ കൂടെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോ അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോ സാറിന് പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുകയാണ്. സാറിനെ ഞാൻ വിളിച്ചപ്പോൾ സാറ് വളരെ തിരക്ക് പിടിച്ചൊരു സമയമാണ്. നമ്മൾ സാറ് തന്നെ പറഞ്ഞു 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടക്കുന്നതെങ്കിലും അതിലെ ജീവനക്കാർക്ക് നല്ല ജോലിയുണ്ട്. ഇൻ ബിറ്റ്വീൻ ആയിട്ട് ധാരാളം ജോലികൾ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോ കേരളത്തില് ആണെങ്കിൽ കേരളത്തില് സെൻസസില് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന് ഒരു റോൾ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിതിലൊക്കെ പല വർക്കുകളും അവിടെ വർക്ക് ചെയ്യുമ്പോഴും മനസ്സിലാക്കിയത്. കാരണം നമുക്ക് SRSല് നമുക്ക് എല്ലാ ജില്ലയിലും ഒരു അഡീഷണൽ ഡിസ്ട്രിക്ട് ഓഫീസർ SRS ഉണ്ട്. അപ്പൊ അവരും അതുപോലെ സെൻസസും കൂടെ ജോയിന്റ് ആയിട്ടാണ് ഇതിന്റെ വർക്കുകൾ ചെയ്യുന്നത്. അത് മാത്രമല്ല കേരളത്തില് വില്ലേജ് എന്നുള്ള കോൺസെപ്റ്റ് അല്ല, ഇവിടെ പഞ്ചായത്ത് വാർഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് സെൻസസ്. എന്യൂമറേഷൻ ബ്ലോക്ക് എന്ന് പറഞ്ഞ പഞ്ചായത്ത് വാർഡാണ്. അപ്പൊ സെൻസസ് ഫിഗേഴ്സ് നമ്മൾ നോക്കുമ്പോഴും വാർഡ് വൈസിലാണ് ഇവിടെ പബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെ ചില സ്റ്റേറ്റുകൾ മാറുമ്പോഴുള്ള വ്യത്യാസങ്ങൾ നമ്മളെല്ലാ സർവേസിലും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും വളരെ ഭംഗിയിൽ സാറ് ക്ലാസ് കൈകാര്യം ചെയ്തു. ഇനി നിങ്ങൾക്ക് സാറിനോട് നിങ്ങളുടേതായിട്ടുള്ള കുറെ സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയങ്ങൾ കൂടുതലും സാർ എത്തുന്ന ആ ലെവലിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നതിനെ സംബന്ധിച്ചായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പൊ അത്തരം സംശയങ്ങൾ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്കൊന്നെങ്കിൽ
മൈക്കോ ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് സാറിനോട് ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് ചോദിച്ചാലും. ഞാൻ ചോദിക്കുന്നത്, ഈ NSSOയിലേക്ക് സാറ് പറഞ്ഞല്ലോ സെലക്ഷൻ, അത് എത്ര വർഷം കൂടുമ്പോഴാണ്? അല്ല, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനിലൊക്കെ ഓൾമോസ്റ്റ് 1 year 2 yearലൊക്കെ ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് വിളിക്കാറുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റാണ് അവിടെ ഉള്ളത്. അവിടെ ഈ 1 year 2 year കൂടുന്നു, എല്ലാ ഇയറും വിളിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്. എല്ലാ വർഷവും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഒരു എക്സാമാണ് കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ. ഈ കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവലിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ സെൻസസ് ഡിപ്പാർട്ട്മെന്റിലും കുറച്ച് പോസ്റ്റുകൾ വിളിക്കാറുണ്ട്. അത് അധികം വിളിക്കാറില്ല, കാരണം സെൻസസിന്റെ ടൈമിനാണ് കൂടുതൽ പോസ്റ്റ് സെൻസസിന് വേണ്ടി വരിക. പക്ഷെ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ അങ്ങനെയല്ല, കാരണം അത് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലും NSSOയുടെ ഓഫീസ് ഉണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ കേരളത്തിൽ തന്നെ ഈ സെൻസസ് എന്ന് പറയുന്നത് കേരളത്തിൽ ഒറ്റ ഓഫീസ് മാത്രമേ ഉള്ളൂ. ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ട്രിവാൻഡ്രം, കേരളത്തിൽ ഒരു ഒറ്റ ഓഫീസേ ഉള്ളൂ. അതുപോലെ കർണാടകത്തിലും ഒരൊറ്റ ഓഫീസേ ഉള്ളൂ, അതിന് ബാംഗ്ലൂർ. അതായത് അത് സ്റ്റേറ്റില് നമ്മൾ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽസിലാണ് ഇതിന്റെ ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷന്റെ ഓഫീസ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ NSSO സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ NSSO എല്ലാ ഡിസ്ട്രിക്റ്റിലും, ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലും എന്ന് പറഞ്ഞില്ല, ഇപ്പൊ കാസർഗോഡ് പോലത്തെ സിമ്പിൾ ഡിസ്ട്രിക്റ്റിലൊന്നും അധികം ഇല്ല, ഇടുക്കി പോലത്തെ ഒന്നും ഇല്ല. അതെല്ലാം ഇത് ചെയ്യുന്നത് കൺസേൺഡ് കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പം അവിടെ ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഈ NSSOയുടെ ഇതുണ്ട്, പോസ്റ്റ് ഉണ്ട്. അപ്പൊ ഇഷ്ടംപോലെ പോസ്റ്റുകൾ അവർ വിളിക്കും, അത് എല്ലാ വർഷവും വിളിക്കും. നിങ്ങൾ കമ്പൈൻഡ് ഗ്രാജുവേറ്റ്, അതായത് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാൾ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് പറഞ്ഞ ഒരു സാധനം നിങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വർഷവും വിളിക്കും, ഇത്ര പോസ്റ്റ് കണ്ടു. അതിൽ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ പല ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട്. ഇപ്പം ഇതിൽ മാത്രമൊന്നുമല്ല, ഇപ്പം ഇതിൽ പോവാണെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട്. ഇപ്പം ഇതില് ഹാൻഡ്ലൂം ഡിപ്പാർട്ട്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ പോസ്റ്റ് അവിടെയുണ്ട്. അപ്പം ഇത് ഈ കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ, അതായത് ഗ്രാജുവേഷൻ നടത്തിയിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇത് വരുന്ന എല്ലാ ഇതും നിങ്ങൾക്ക് ഇതിൽ കിട്ടും, ഈ കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവലിൽ കിട്ടും SSCയുടെ. ഇനി എന്ത് അറിയാനുണ്ടോ? ഇല്ല സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ. വേറെ സംശയങ്ങളൊന്നും ഇല്ലേ? വേറെ ആർക്കും സംശയങ്ങളൊന്നുമില്ല? ഇതില് രമ്യ കാണുന്നത് നമ്മുടെ രമ്യയാണോ? NSSO ആണെന്നാ തോന്നുന്നു സാറേ, കാരണം രമ്യ കേറിയതായി എനിക്ക് തോന്നി. രമ്യ തന്നെയാണ്. രമ്യ അങ്ങനെയാണെങ്കിൽ രമ്യയോട് തന്നെ ചോദിച്ചാൽ. അതെ അതെ, NSSO എന്നൊരാളുണ്ടാവുമ്പോഴേ. രമ്യ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. രമ്യ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാൻ കണ്ണൂർ ഓഫീസില്. കണ്ണൂർ NSSOയിലല്ലേ? അതെ അതെ. NSSOയിൽ എങ്ങനെ എത്തിപ്പെടാന്ന് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, ഒന്ന് മറുപടി പറഞ്ഞു കൊടുത്തേ. NSSOയില് നമ്മളൊക്കെ കയറിയ വർഷം സെപ്പറേറ്റ് തന്നെ എക്സാം ആയിരുന്നു, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ അത് കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന്റെ ഒരു ഭാഗമായിട്ടാണ് NSSOയിലേക്കും കൂടി എടുക്കുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ NSSOയില് നമ്മുടെ സതേൺ റീജിയണിലുള്ള ആൾക്കാർ വളരെ കുറവാണ്. കേരളത്തിലും കേരള, കർണാടക, തമിഴ്നാട് റീജിയനിൽ ആൾക്കാർ ക്വാളിഫൈ ചെയ്യുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പോസ്റ്റിംഗ് കിട്ടിയാൽ നമുക്ക് പുറത്തു പോകേണ്ടി വരുന്നൊന്നുമില്ല. സാധാരണ സെൻട്രൽ ഗവൺമെന്റ് സർവീസിൽ നമ്മൾ ഏത് സ്റ്റേറ്റിലേക്ക് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യപ്പെടാം. പക്ഷെ ഇവിടെ ഇപ്പം സതേൺ റീജിയനിൽ നിന്ന് ആൾക്കാർ സെലക്ട് ആവുന്നത് വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ജോലി കിട്ടിയാൽ കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യാം, സ്വന്തം ജില്ലയിൽ തന്നെ വർക്ക് ചെയ്യാം. അപ്പോ സെൻസസ് പോലെ സ്റ്റേറ്റ് ക്യാപിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എല്ലാ വർഷവും വിളിക്കുന്നതാണ്. അപ്പൊ ആ സമയത്ത് എക്സാം എഴുതും. അതിന് എന്തൊക്കെയാ പ്രിപ്പയർ ചെയ്യേണ്ട കുട്ടികള്? സർ, ഇപ്പോഴത്തെ സിലബസ് ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. സാധാരണ നമ്മുടെ ജനറൽ കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണല്ലോ, അപ്പൊ ജനറൽ ടോപ്പിക്സ് എല്ലാം ഉണ്ടാവും. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിന് ഇതിനിപ്പം സാധാരണ കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവലിന് 2 എക്സാംസ് ആണുള്ളത്. പക്ഷെ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ പോസ്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ എൻട്രി ലെവൽ പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കാണ് നമ്മൾ എത്തുക. അപ്പൊ അതിന് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ടുള്ള 3ാമതൊരു എക്സാം കൂടി അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്.
അങ്ങനെ ഓക്കെ. ടോട്ടൽ 3 ആ എക്സാം. അതെ. ഓക്കെ. താങ്ക് യു രമ്യ. രമ്യയും കൂടെ ഇതിലുള്ളതുകൊണ്ട് ആ ഒരു കുട്ടികൾക്ക് ആ ഒരു സംശയം കൂടെ ക്ലിയർ ആയി. സന്തോഷം. ഓക്കെ. ഇനി നിങ്ങൾക്ക് വിമേഷ് സാറിനോട് എന്തെങ്കിലും വേറെ ചോദിക്കാനുണ്ടോ? NSSO വേണമെങ്കിൽ അതും ചോദിക്കാം. രമ്യ ടീച്ചറും രമ്യ മാഡവും നമ്മളെ കൂടെ ഉണ്ട്. രമ്യയും വിമേഷ് സാറും എല്ലാം ക്ലാസ്മേറ്റ്സ് ആണ്. ഷമേഷ് സാറ് ഇവരൊക്കെ ക്ലാസ്മേറ്റ്സ് ആണ്. അപ്പൊ അവരെല്ലാം ഒരു ടീം വർക്കിന്റെ ഭാഗമാണ്. അവര് ആ രീതിയിൽ വിമേഷ് സാറ് പറഞ്ഞ പോലെ ആ ബാച്ചിലുള്ള മുഴുവൻ ആൾക്കാരും നല്ല നല്ല പോസ്റ്റിൽ പല മേഖലകളിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും വിമേഷ് സാറിന് നമ്മളെ ഈ കൊടുവള്ളിയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സാറിന്റെ വിലപ്പെട്ട സമയം ചെലവഴിച്ച് ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള നന്ദി സാറിന് അറിയിക്കുന്നു. നമുക്ക് ഒഫീഷ്യലായിട്ട് അതിന്റെ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് PG സ്റ്റുഡന്റ് റിസ്വയെ ഞാൻ ക്ഷണിക്കുകയാണ്. Good evening, everyone. I am Rizwa, and I am here to make the official vote of thanks for the session. As we all know, we have conducted this session on behalf of World Population Day, and we heard valuable words of our chief guest, Mr. Vimesh sir, on census operations in India. I am pretty sure that his words will certainly guide us in the future. So I thank Mr. Vimesh sir for giving an excellent coverage over census operation in India. I would also like to express my gratitude to our beloved HOD, Dr. Girish Babu, for his moral support and guidance. I also convey my gratitude towards the teachers for their esteemed presence. Finally, I thank all the students who have turned up and became the biggest part of the session. Once again, I thank each and every person for your kind cooperation and valuable time. Thank you.